Praise the Lord. Glory to God. പ്രിയ സഹോദരങ്ങളെ, ഫാം കവണൻ്റെ പ്രബലമായ ഉടമ്പടി എന്ന ബന്ധത്തിലാണ് സ്വർഗത്തിലെ ദൈവം നമ്മളോട് രാവിലെ സംസാരിച്ചത്. അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ആയിരുന്നു നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായത്. ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ചിന്തിക്കുന്നു. അതാണ് സുവിശേഷം, അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതെന്താണെന്നാണ് നിങ്ങൾക്ക് മനസ്സിലായേ? ആൻറ്റി, എന്താണ് ആ പ്രബലമായ നിയമത്തിലൂടെ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവം എന്താണ് ആഗ്രഹിച്ചത്? നമ്മളെല്ലാവരുടെ അടുത്തും പറയണം. എന്തു പറയണം? ദൈവം ജീവിച്ചിരിക്കുന്നു. ഇതൊന്നുമല്ല, സിമ്പിളാണ്. എന്താണ് പ്രബലമായ ഉടമ്പടി? ദൈവം നമ്മളോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ തിരിച്ച് യേശു മൂളിയാൽ ആ ഉടമ്പടി സാധ്യമായി. മനസ്സിലായോ? നമ്മൾ അതിനുവേണ്ടി, അതിൻ്റെ ഒരു നിഴലാണ് ഭൂമിയിലെ കുടുംബ ജീവിതം. ഹല്ലേലൂയ. ഭൂമിയിൽ ഒരു പുരുഷനും സ്ത്രീയുമായിട്ട് ഒരുമിച്ചൊരു കുടുംബജീവിതത്തിലേക്ക് വരുന്നു. സ്വർഗത്തിലെ ദൈവം ഇതാ അങ്ങനെ ഒരു സ്ത്രീ പുരുഷ ബന്ധമല്ല ആഗ്രഹിക്കുന്നത്. ഒരു നിഴലാണ് നമ്മളെ ദൈവം തൻ്റെ മക്കളായി തൻ്റെ കൂടെ ഒരു കുടുംബജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്, നിത്യമായൊരു കുടുംബജീവിതം. ഇത് തിരിച്ചറിയാതെ നമ്മൾ ഈ ലോകത്തിലെ അനേകം മതങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ മാർഗത്തെ കൊണ്ട് തളച്ചിട്ടാൽ നമ്മൾ വെറും ബുദ്ധിശൂന്യരായിത്തീരും. ഹല്ലേലൂയ. ഒരു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പിശാച് മതവും വേറെ ഒരു മതവും ആ മതത്തിന് ഏതെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന്? പകരം ആ മതത്തിലെ ദൈവങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങളതിനെ ആരാധിക്കണമെന്നാണ്. ആ ദൈവത്തിൽ നിന്ന് ഒരു ദൈവം വ്യത്യസ്തനായി നിൽക്കുന്നത് കണ്ടോ? എല്ലാവരും ദൈവത്തെ ആരാധിക്കണം. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തനായ ദൈവം എനിക്ക് നിങ്ങളോടുകൂടെ ജീവിക്കണം. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. യഥാർത്ഥ സ്നേഹനിധിയായ ദൈവത്തെ മറ്റു ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ആ ദൈവത്തിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ആഗ്രഹം നമ്മളോട് കൂടെ ജീവിക്കണമെന്നാണ്. അതിനു വേണ്ടിയാണ് ഈ ഉടമ്പടി. ഹല്ലേലൂയ. അതിനു വേണ്ടിയാണ് ഉടമ്പടി. ആ ഉടമ്പടി ചെയ്ത് നമ്മൾ ദൈവത്തോടുകൂടെ നിത്യം ജീവിക്കണം. ദൈവത്തിൻ്റെ മക്കളായി, ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കണം. അപ്പോൾ ഇതിൻ്റെ തലങ്ങളാണ് ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞു തന്നെ മനസ്സിലായില്ലെങ്കിലോ? അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു കുടുംബമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിനൊരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ഭാര്യയായിട്ടോ ദൈവത്തിൻ്റെ വേറെ ഏതെങ്കിലും തലത്തിലല്ല പ്രവേശിക്കാൻ പോണേ, ദൈവത്തിൻ്റെ മക്കളായ പ്രവേശിക്കണേ. അതുകൊണ്ട് വിശുദ്ധ ബൈബിള് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം ഇതാ. കഴിയുന്നത് നിങ്ങളുടെ മൊബൈലുകളൊക്കെ ഒന്ന് സൈലൻ്റ് ആക്കിയാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധ മാറിപ്പോകും. ശ്രദ്ധിച്ചേ, ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന്. അതൊക്കെ നടത്തി കൊടുത്താൽ എന്താ മക്കളെ? നമ്മളോട് ചോദിക്കണം, നമുക്കത് നടത്തി കൊടുത്താൽ എന്താ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം? ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നടത്തി കൊടുക്കുക. സൃഷ്ടാവ് ആഗ്രഹിക്കുന്ന കാര്യം നടത്തി കൊടുക്കുക. വായിച്ചേ. ഇത് അവകാശമായി ലഭിക്കും, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി, ഒരു അവകാശം നമുക്ക് ലഭിക്കും എന്നാ പറയുന്നത്. ഒരവകാശം. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ ബുദ്ധിയെ തുറക്കണേ. ഒന്ന് പ്രാർത്ഥിക്കേ. നമ്മൾ വീട്ടിലെങ്ങാനും പോയി, ഇപ്പം നിങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചേച്ചിയോ ചേട്ടനോ അനിയനോ അവകാശം എന്നെങ്ങാനും പറഞ്ഞ കേട്ടാൽ നിങ്ങൾ പിന്നെ അവിടെ നിന്ന് മാറുമോ? പിന്നെ ഭയങ്കര ബുദ്ധിയല്ലേ ആ അവകാശത്തിൽ എൻ്റെ പാർട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. ഇവിടെ പറയുന്ന അവകാശം, ജയിക്കുന്നവൻ അവകാശം. ഇനി ഭൂമിയിലെ അവകാശം നല്ല കാര്യം, ഇനി കിട്ടിക്കഴിഞ്ഞാൽ വല്ല അവസാനം വരെ ഇരിക്കുമോ? ഇല്ല. അത് കിട്ടിയെന്ന് പറഞ്ഞാൽ അതവിടെ കിടക്കും, ഞാൻ മരിച്ചു പോകും.
ഇവിടെ പറയുന്ന അവകാശം, ജയിക്കുന്നവന് അവകാശം കിട്ടുമെന്ന്. നിങ്ങളുടെ കയ്യിൽ വിശുദ്ധ ബൈബിളോ മക്കളെ പറയണത്. ദേവദാസിനെ അങ്ങനെ സ്നേഹിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞു തരുന്നത്. ഇത് മതോ സംഘടനയും ഗ്രൂപ്പൊന്നും അല്ല. ജയിക്കുന്നവൻ ഇത് അവകാശമായി കിട്ടും. എന്താണ് അവകാശം? ഞാൻ അവന് ദൈവവും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഇതാണ് ദൈവ കുടുംബം. ആമേൻ. മനസ്സിലായോ? ജയിക്കുന്നവന് കിട്ടുന്ന അവകാശം. കാരണം ഈ കവണന്റിൽ ഞാനും നിങ്ങളും വിശ്വസ്തരാണോ എന്ന് ദൈവം നോക്കും. ഈ കവണന്റിൽ ദൈവവുമായിട്ട് ചെയ്യുന്ന ഉടമ്പടിയിൽ ഞാനും നിങ്ങളും വിശ്വസ്തരാണോ എന്ന് ദൈവം നോക്കും. ഇതിന്റെ പേരാണ് വിശ്വാസത്തിന്റെ പോരാട്ടം. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ചിരിക്കുന്ന, വിശുദ്ധന്മാർക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത, അറിയുന്നുവെങ്കിലും മിണ്ടാത്ത, ഞാൻ കൂട്ടിച്ചേർത്താണെന്ന് കേട്ടോ, ഷാജി ജോസഫ് വചനത്തോട് കൂട്ടിച്ചേർന്നെന്ന് പറഞ്ഞു. ഓക്കെ, ഇതാ വിശുദ്ധന്മാർക്ക് അറിയാത്ത, അറിഞ്ഞാലാരും പറയാത്ത, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ച വിശ്വാസത്തിനായിട്ടുള്ള പോരാട്ടം. അതുകൊണ്ടാ ബൈബിൾ പറഞ്ഞേ, അതിൽ ജയിച്ചാൽ, ഉടമ്പടിയിൽ നീ വിശ്വസ്തനാണോ അല്ലേന്ന് അറിയണ്ടേ? നീ എന്നോട് ഉടമ്പടി ചെയ്തു, നീ വിശ്വസ്തനാണോ അല്ലേന്ന് അറിയണ്ടേ? അതിൽ ജയിച്ചാൽ നിനക്ക് ഈ അവകാശം കിട്ടും. ഞാൻ നിനക്ക് ദൈവവും നീ എനിക്ക് മകനുമായിരിക്കും. അതിന്റെ അർത്ഥം നമ്മൾ ഒരു കുടുംബമായി, നമ്മൾ ഒരു ഫാമിലി ആയെന്ന്. ഹല്ലേലൂയ. ഇതിൽ സംഘടനയും ഗ്രൂപ്പും മതവിഭാഗങ്ങളൊന്നുമില്ല. ജയിക്കണം. ഹല്ലേലൂയ. അപ്പോ നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിരിക്കാത്ത, ഞാൻ ഇതാ കാർഡ് ഫില്ല് ചെയ്തു, യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, സ്നാനം വിട്ടു, ഇനി എനിക്ക് സ്വർഗം ഉറപ്പാണെന്നൊക്കെ. അങ്ങനെയൊന്നും ബൈബിള് പറഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മുടെ നാട്ടിലെ പ്രസംഗ ശൈലിയാണ്. മനസ്സിലായോ? പ്രസംഗ ശൈലി. ബ്രദറേ, മോളെ, മോനെ, നിന്റെ പേര് ഇന്ന് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഒരെഴുതുമില്ല, ഒരെഴുതലുമില്ല. ജീവപുസ്തകത്തിൽ പേരെഴുതുന്ന പരിപാടിയേ ഇല്ല. നമ്മളുടെ സങ്കല്പം അതൊക്കെ. ഇത് കേട്ട് പുതിയ യുവ പ്രസംഗനായി ഞാനും അത് ഏറ്റെടുത്ത് അത് പ്രസംഗിച്ചിട്ടുണ്ടാവും. ഇത് കേൾക്കണം, അടുത്തവരും പോയി പ്രസംഗിക്കും. ജീവപുസ്തകത്തിലൊന്നും പേരെഴുതുന്നില്ല. ജീവപുസ്തകത്തിലൊക്കെ ഓൾറെഡി ലോകാരംഭത്തിലെ പേരെഴുതി കഴിഞ്ഞു. ഇനി പേര് മായ്ക്കണ പരിപാടിയേ ഉള്ളൂ. മനസ്സിലായോ? ഇനി പേര് മായ്ക്കുന്ന പരിപാടിയേ ഉള്ളൂ. നമ്മൾ അറിവില്ലാത്ത നമ്മളുടെ, അവർക്ക് എരിവുണ്ട് പക്ഷെ അറിവില്ല. എരിവ് കൂടി ഇതൊക്കെ പ്രസംഗിച്ചു. നമ്മൾ അത് കേട്ട് അതിൻ്റെ പേര് ഇന്ന് ജീവപുസ്തകത്തിൽ എഴുതും. എവിടെ എഴുതുന്നു? ബൈബിളിൽ എവിടെ പറഞ്ഞാൽ ഇന്ന് ജീവപുസ്തകത്തിൽ പേര് എഴുതുന്നു? ശിഷ്യന്മാരോട് പറഞ്ഞ് നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതാൻ പോണതിൽ സന്തോഷിക്കാനല്ല, എഴുതുമെന്നുമല്ല പറഞ്ഞ്, നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കുക. മനസ്സിലായോ? ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കേ. അന്ന് അവർ രക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല. യേശു കാൽവരി ക്രൂശിൽ മരിച്ചിട്ടില്ല. നമ്മളുടെ പ്രസംഗ ശൈലി എന്താ? യേശു കാൽവരി ക്രൂശിൽ മരിച്ച യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കണം. പിന്നെ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കർത്താവായി സ്വീകരിക്കണം. അപ്പോൾ നിന്റെ പേര് ജീവപുസ്തകത്തിൽ വരും. ശിഷ്യന്മാരെ ഇത് ജീവിച്ചിരുന്ന സമയത്ത് യേശു മരിച്ചിട്ടുമില്ല, ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല, ആരും രക്ഷിക്കപ്പെട്ടിട്ടുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ആരും രക്ഷിക്കപ്പെട്ടിട്ടുമില്ല. ഈ സമയത്ത് യേശു പറയാണ് നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിലുള്ളതിൽ സന്തോഷിച്ചോളാൻ. മനസ്സിലായോ? ഇനിയിപ്പോൾ നമ്മൾ ആരെങ്കിലും എതിര് പറഞ്ഞ് ഇവർ സമ്മതിക്കത്തില്ല. അത് ഞങ്ങളുടെ ഡിനോമിനേഷൻ അങ്ങനെ പറഞ്ഞു പോയി. ഷാജി ജോസഫ് ദുരുപദേശം പറഞ്ഞു. ഞാൻ ബൈബിളിലുള്ള കാര്യമാണ് പറഞ്ഞത്. സത്യം അറിഞ്ഞ് സത്യം അറിഞ്ഞ് മനസ്സുപരിക്ക് രൂപാന്തരപ്പെടണ്ടേ? ഞാനും അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ കേട്ടതൊക്കെ അങ്ങനെയാണ്. ഹല്ലേലൂയ. തിരിച്ചറിയുക, ജീവപുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പാണ്. അത് ദൈവത്തിൻ്റെ ഫാമിലി രജിസ്റ്ററാണ്. രാജ്യത്തിൻ്റെ പുത്രന്മാരൊക്കെ അതിലുണ്ട്. എല്ലാ ദൈവപുത്രന്മാരുടെയും പേര് അതിൽ ഉണ്ട്. അവർക്കെല്ലാവർക്കും ദൈവം അവസരം കൊടുക്കും ഇത് സത്യം തിരിച്ചറിയാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വേണ്ടെങ്കിൽ വിശ്വസിക്കേണ്ട. വിശ്വസിച്ചില്ലയോ, അനുസരിച്ചില്ലയോ, രാജ്യത്തിൻ്റെ പുത്രന്മാരെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടി തള്ളിക്കളയും. ഹല്ലേലൂയ. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അവരുടെ പേര് ജീവിതത്തിൽ മാച്ച് കളയും. മനസ്സിലാവുന്നുണ്ടോ? വിളിക്കപ്പെട്ടവർ അനേകരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടോ ചുരുക്കമാണ്. ഈ പുസ്തകത്തിൽ എഴുതിയേക്കണവരെ വിളിച്ചേ. ഹല്ലേലൂയ. അവർ തെരഞ്ഞെടുക്കപ്പെടില്ലെങ്കിൽ അവരുടെ പേര് ജീവിതത്തിൽ നിന്ന് മാച്ച് കളയും. ഇതാ യേശുക്രിസ്തു വ്യക്തതയോടെ സഭയോട് പറയുന്നത്, ഇതാ ജയിക്കുന്നവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മാച്ച് കളയാതെ. അപ്പൊ എന്ത് പരിപാടിയുണ്ട്? ഇപ്പോ എഴുതാൻ പേനയല്ല ഉള്ളത്, കയ്യിലൊരു റബ്ബറാ ഉള്ളത്. മനസ്സിലായോ? പുതിയതായിട്ട് എഴുതാൻ പേനയല്ല ഉള്ളത്. പേനയൊക്കെ ഓൾറെഡി എഴുതി കഴിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇതുകൊണ്ടാണ് കർത്താവ് എഴുതിയിരിക്കുന്നവരെയാണ് പിതാവ് ആകർഷിക്കുന്നത്. എൻ്റെ പിതാവ് ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുക്ക വരാൻ
കഴിയുകയില്ല. മനസ്സിലായോ? ഇനി എൻ്റെ പിതാവ് നടാത്ത കുറെ തൈ ഇവിടെ ഉണ്ട്, അതൊക്കെ വേറെ പിതാവ് തന്നെ പറിച്ച് കളയും. അവരുടെ ഒന്നും പേര് ജീവിതത്തിൽ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ജീവിതത്തിൽ പേരില്ലാത്തവരെല്ലാവരും മൃഗത്തെ നമസ്കരിക്കും, മൃഗത്തിന്റെ പ്രതിമയെ പോയി നമസ്കരിക്കും. ഹല്ലേലൂയ. പേരുള്ള നിനക്ക് നമസ്കരിക്കാം, പക്ഷെ നീ നമസ്കരിച്ചാൽ അതോടെ നിന്റെ പേര് മായ്ക്കും. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ കുറെ സംഭവവും എന്താ പറയാ നമ്മൾ കയറി പഠിച്ചിട്ടുണ്ട്. എരിവുണ്ട്, അറിവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനായിട്ട് ഇടയാക്കണം. അപ്പോൾ ഇവിടെ ഈ പറയുന്നത് ജയിക്കുന്നവൻ ഇത് അവകാശമായി കിട്ടുമെന്ന് പറഞ്ഞാൽ എന്ത് ജയിക്കണമെന്ന് അപ്പം നമ്മൾ ചോദിക്കണം. അല്ലാണ്ട് വെറും ബുദ്ധൂസിനെ പോലെ ഇതാ 3 പാട്ട് പാടി ആരാധിച്ചു എനിക്കിപ്പോൾ കിട്ടും സ്വർഗ്ഗം. ആര് പറഞ്ഞത്? ഇതൊന്നും ബൈബിൾ പറഞ്ഞിട്ടില്ല 3 പാട്ട് പാടിയവന് കിട്ടുമെന്ന്. യേശുവിനെ സ്തുതിച്ചാൽ കിട്ടുമെന്ന് എവിടെയെങ്കിലും ബൈബിൾ എഴുതിയിട്ടുണ്ടോ? യേശു പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞു. യേശു, എനിക്ക് തോന്നുന്നത് യേശു പ്രവചനത്തിലൂടെ പ്രവചനാത്മാവിൽ പറഞ്ഞതാ. യേശുവിനറിയാം അന്ന് അനേകർ വന്നിട്ട് പറയും ഞങ്ങൾ അങ്ങനെ കർത്താവ് എന്ന് പറഞ്ഞല്ലോ, സ്തുതിച്ചല്ലോ എന്നൊക്കെ. അതാണ് യേശു പ്രവചിച്ച് പറയുന്നത്, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്ന ഏവനും അല്ല സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ കയ്യിൽ ഈ പുസ്തകത്തിലെ വചനം യേശുക്രിസ്തു പറഞ്ഞ വചനത്തെ റീകോട്ട് ചെയ്തേക്കണ കേട്ടവര് ഒക്കെ. കർത്താവ് പറഞ്ഞു ആകാശം മാറും, ഭൂമി മാറും, എൻ്റെ വചനത്തിന് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് മാറാത്ത വചനം മാറ്റാൻ നമ്മൾ പോകണോ അതോ മാറാൻ പറ്റണം നമ്മളെ മാറ്റണോ? മാറാൻ പറ്റുന്ന നമ്മളെ മാറണം. അതിൻ്റെ പേരാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഹല്ലേലൂയ. അല്ലാണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ ഗ്രൂപ്പിൽ ചേർന്ന് അതിനെ പിടിച്ചിരിക്കാണ്ട്, ഗ്രൂപ്പുകളൊക്കെ കിടന്നോട്ടെ, മരിച്ചാൽ കുഴിച്ചിടാനൊക്കെ നല്ലൊരു ആ ഒരു സൊസൈറ്റിയൊക്കെ ഉള്ളത് നല്ലതാ. പക്ഷേ അതിനൊന്നും ഉപദ്രവിക്കേണ്ട. നമ്മളുടെ മനസ്സിലെ തെറ്റായി നാം മനസ്സിലാക്കിയിരിക്കുന്നത്, നാം ബൈബിളിലെ സത്യം മനസ്സിലാകുമ്പോൾ ഇതാ നാം മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം വരുത്തുക. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ജയിച്ചാലാണ് ദൈവത്തിൻ്റെ ഫാമിലിയിലെ മെമ്പർ ആവുള്ളൂ. ജയിക്കണം. ജയിക്കുന്നവൻ ഇത് അവകാശമായി കിട്ടും. അത് പറഞ്ഞ് ബൈബിൾ അവസാനിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ എന്ത് ജയിക്കണമെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, യൂദയുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തില് വളരെ വ്യക്തതയോടെ എഴുതിയിട്ടുണ്ട് എന്താണ് നമ്മൾ ജയിക്കേണ്ടത്. നമ്മളെല്ലാവരും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവരാ, കർത്താവായി സ്വീകരിച്ചവരാ. അത് നമ്മുടെ കോമൺ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുക, ദൈവത്തിൻ്റെ നീതി നമുക്ക് നൽകുകയാണ്. തുടർന്ന് നമുക്ക് വീണ്ടും വിശ്വാസത്തിന്റെ പരിശോധനയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുകയാണ്. ആ പരിശോധനയിൽ നമ്മൾ ജയിക്കണം. വായിച്ചേ 3, ഒരേ ഉള്ളൂ 3. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. മനസ്സിലായോ? വിശുദ്ധന്മാർക്ക് എന്തുണ്ട്? ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുക. കാരണം ഇനിയിപ്പോൾ എത്ര ദിവസമാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്നിരിക്കണേ, ആ ദിവസങ്ങളൊക്കെ നമ്മൾ വിശ്വാസം പറഞ്ഞില്ലേ, ആ വിശ്വാസം സത്യമാണോ എന്നറിയാൻ ഒരു പോരാട്ടം ഉണ്ട്. സത്യമാണോ അല്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ. ഈ എൻഗേജ്മെന്റ് അച്ചാര കല്യാണം ചിലടത്ത് പറയും, മനസ്സമ്മതമെന്നും ചിലതും പറയും, വിവാഹത്തിന് മുമ്പേ. ഇതൊക്കെ നിഴലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു ഒരു 20 വയസ്സ് 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിവാഹാലോചന വന്നു, ആ വിവാഹം കണ്ടു, ഉറപ്പിച്ചു. അപ്പോൾ ഡൽഹിയിലുള്ളൊരു പയ്യനാണ്. അപ്പോൾ ആ ഡൽഹിയിലുള്ളൊരു പയ്യനുമായിട്ട് വിവാഹം ഉറപ്പിച്ചു, ഇന്ന ദിവസം വിവാഹം കഴിക്കാം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം വീണ്ടും ജോലിക്ക് മടങ്ങിപ്പോയി, ഡേറ്റൊക്കെ തീരുമാനിച്ചു. ഈ ഡേറ്റൊക്കെ തീരുമാനിച്ചിട്ട് അദ്ദേഹത്തിന് നിങ്ങളെ അറിയില്ല, നിങ്ങളെ ഏത് തരക്കാരെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അദ്ദേഹം പറയുന്ന തൻ്റെ ഒരു കൂട്ടുകാരനെ, പുള്ളിക്ക് US ജോലിയുള്ള ആളാണ്. അപ്പോൾ US ജോലിയുള്ള തൻ്റെ കൂട്ടുകാരനെ ഈ സ്ത്രീയുടെ അടുക്കലേക്ക് അയച്ചു. എന്തിനാണെന്നറിയാം? വിവാഹാലോചനയായിട്ട്. അപ്പോൾ നല്ല പണവും അപ്പോൾ തന്നെ കുറേയും കൂടി ആരോഗ്യവും ഒക്കെയുള്ള ഒരു സ്റ്റൗട്ട് ബോഡിയൊക്കെ ഉള്ള ഒരാൾ. അപ്പോൾ ഈ വ്യക്തി ഇവളെ പെണ്ണ് കാണാൻ വേണ്ടി ഇവളുടെ അപ്പൻ്റെ അടുക്കൽ വന്നു. അപ്പം കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഇവളുടെ അടുക്കലും വന്നു. ഇവളുടെ അടുക്കൽ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഡൽഹിയിലെ ആളുടെ കൂട്ടുകാരനാ വന്നേക്കണേ. ശരി, ഇവള് വീഴുവോ? ഇവൻ ഇനി പുതിയ എഗ്രിമെന്റിലേക്ക് എന്തെങ്കിലും പറഞ്ഞ് അനേക വിവാഹ ദൂരം മുടങ്ങുന്നുണ്ട്.
പുതിയ എഗ്രിമെന്റ് പറഞ്ഞ്, പുതിയ കാര്യങ്ങൾ പറഞ്ഞ് ഇതിൽ എന്തെങ്കിലും ഉടക്ക് പറഞ്ഞിട്ട് പഴയത് ക്യാൻസൽ ഇതിലേക്ക് മാറോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ചെയ്യുന്നത്. വിശ്വസ്തത അറിയാൻ വേണ്ടി. മനസ്സിലാവുന്നുണ്ടോ? കാരണം പലപ്പോഴും വീഴും. ഞാൻ ഒരു സ്ഥലത്ത് കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു മകനുമായിട്ട് പ്രേമത്തിലായി. വീട്ടുകാർക്കും അറിയാം. അങ്ങനെ ഈ മോളുടെ വീട്ടിലെപ്പോഴും ഇവൻ വരും, അപ്പനും അമ്മയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ വീട്ടിലൊക്കെ വന്നിട്ട് വീടിൻ്റെ ചില ഭാഗങ്ങൾ വരെ അവൻ പണിത് കൊടുത്തു. തൻ്റെ ബിസിനസ് കൊണ്ട് ചില ഭാഗങ്ങളൊക്കെ വീടൊക്കെ ഒന്ന് അലങ്കരിച്ച് എല്ലാം ഭംഗിയൊക്കെ ആക്കി. അപ്പോൾ ഒരു വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അവൻ്റെ മനസ്സിലെ ചിന്ത ഇതാ, വിവാഹം എല്ലാം റെഡി ആയിരിക്കുക. അപ്പോൾ അപ്പനും അമ്മയൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള സംഭവമാണ്. പക്ഷെ ഒരു നാൾ അവനോട് ചെന്നപ്പോൾ പെട്ടെന്ന് ഇവക്ക് വേറെ ഒരു ആലോചന വന്ന് അത് ഉറപ്പിച്ചു. വേറൊരു ആലോചന വന്നു, അത് ഉറപ്പിച്ചു. അവന് സഹിക്കാൻ പറ്റുമോ? ഇത്രയും നാളത്തെ അവൻ്റെ ചോരയും നീരൊക്കെ ഊറ്റി കുടിച്ച കുടുംബം അല്ലേ? കാരണം ശരിക്കും പറഞ്ഞാൽ അവക്കും അവളുടെ വീട്ടുകാർക്കും എന്ത് മതിയായിരുന്നു? അവൻ്റെ പണം മതിയായിരുന്നു. നമുക്ക് ക്രിസ്തുവിൻ്റെ എന്താ വേണ്ടേ? ഇത് തന്നെയല്ലേ നമ്മൾ നല്ലൊരു പങ്ക്, അല്ലേ? നമ്മൾ നല്ലൊരു പങ്ക് ഇതൊക്കെ തന്നെയാണല്ലേ. ക്രിസ്തുവിൻ്റെ പോക്കറ്റല്ലേ നമുക്ക് വേണ്ടേ? ആരാധിച്ചാ കിട്ടും, അല്ലേ? അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവന് കൺട്രോൾ തെറ്റിപ്പോയി. യേശുവിൻ്റെ കൺട്രോളൊന്നും തെറ്റത്തില്ല കേട്ടോ. യേശു പറയും കയറ്റത്തില്ല എന്ന്. ഓക്കെ, അവൻ്റെ കൺട്രോൾ തെറ്റി. അവിടെ കിടന്ന ഒരു ഇരുമ്പൂടിയും എടുത്തു. അവൻ്റെ കൺട്രോൾ തെറ്റിപ്പോയി. എടുത്തിട്ടുണ്ടല്ലോ, ആദ്യം ഓരോരുത്തരും വരിക, ഇവനൊരു അടിച്ച് അവിടെ അന്ന് 4 എണ്ണത്തിനെ അവൻ കൊന്നിട്ടു, ഈ സ്ത്രീയെ അടക്കം. പക്ഷെ ഒരല്പം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവൻ്റെ കൺട്രോൾ തെറ്റിപ്പോയി, ഇവന് സുബോധം വന്നു. അപ്പോഴാണ് ഒരു ഞെരക്കം ആ സ്ത്രീയുടെ, എടാ എന്നെ രക്ഷിക്കടാ. അവസാനം ഇവൻ തന്നെ പൊക്കിയെടുത്ത് അവളെ ആശുപത്രി കൊണ്ടുപോയി. ബാക്കി 3 മരിച്ചു. ഇതവൻ ചെയ്യില്ല. കേരളത്തിൽ നടന്ന കാര്യമായി പറഞ്ഞേ. ആ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. ആ അമ്മയുടെ സങ്കടം, അവൻ്റെ അമ്മയുടെ സങ്കടം. ഇത് ഈ ലോകത്തിൽ നടന്നൊരു അവിശ്വസ്തതയാണ്. ഇതുപോലത്തെ എന്തോരോ അവിശ്വസ്തതകൾ. നീ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് നമ്മൾ ഉടമ്പടി ചെയ്തതാ, അല്ലേ? ഇതേപോലെ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ വീട്ടിലേക്ക് ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്നാകാൻ വേണ്ടി ക്രിസ്തുവിലൂടെ നടക്കുന്ന ഉടമ്പടിയാണ് നമ്മൾ കാൽവരി ക്രൂശിലെ യാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ കർത്താവായി ഏറ്റുപറഞ്ഞ്, അല്ലേ? സ്വർഗത്തിലെ ദൈവം നിന്നെ സൗജന്യമായി, ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം ലോകത്തിന്റെ പാപങ്ങളെ കണക്കിടാതെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഹല്ലേലൂയ. ഒരു കുടുംബമാക്കുക. അപ്പോ ഇതിന്റെ സത്യസന്ധത തെളിയണം. നീ പറഞ്ഞ സത്യമാണോ അല്ലേ എന്ന്. അതുകൊണ്ട് ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഈ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷം അനുവദിച്ചിരിക്കുന്ന പീരീഡിലെ സംഭവമാണ് വിശ്വാസത്തിന്റെ പരിശോധന. ഹല്ലേലൂയ. ഓരോ സമയവും ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ദൈവം പറഞ്ഞത് തിരഞ്ഞെടുക്കുമോ അതോ ചുറ്റുമുള്ള മനുഷ്യർ പറഞ്ഞത് തിരഞ്ഞെടുക്കുമോ അതോ നമ്മൾ തന്നെ പറഞ്ഞ് തിരഞ്ഞെടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ പേരാണ് വിശ്വാസത്തിന്റെ പരിശോധന. ഹല്ലേലൂയ. ഇതാ പണ്ടത്തെ കാലത്ത്, അതായത് യേശുവൊക്കെ ആയിരുന്ന സമയത്ത് ഇന്നത്തെ പോലെയല്ല. ഇന്ന് യേശുവിനെ പിടിച്ച് സ്വർഗസ്ഥ പിതാവാക്കാനുള്ള താല്പര്യമാണ് ഇന്ന് കിടക്കണേ. പിതാവിനെ ക്യാൻസൽ ചെയ്യുക, യേശുവിനെ കൊണ്ട് അവിടെ കൊണ്ടാകുക, യേശുവും പിതാവ് ഒന്നാണെന്നും പറഞ്ഞുള്ള പരിപാടിയാണ്. അന്ന് ഇതല്ലായിരുന്നു, അന്ന് വേറെ ടൈപ്പായിരുന്നു. അന്ന് യേശുവിനെ ഇവർ ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കത്തില്ലായിരുന്നു. യഹൂദന്മാർ യേശുവിനെ ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കത്തില്ല. യേശു പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. പിശാചും പറഞ്ഞു ഇവൻ ദൈവത്തിന്റെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനാണ്. മഹാപുരോഹിതന്മാർ പറയുന്നു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ വന്ധ്യനായ ക്രിസ്തു ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. യേശു പറയുന്നു ഞാൻ ആകുന്നു. ഹല്ലേലൂയ. സ്വർഗസ്ഥ പിതാവ് പറയുന്നു ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവന് ചെവി കൊടുക്കുക. ഇതൊക്കെ പറയുന്നു. പക്ഷേ എങ്കിലും യഹൂദന്മാർ സമ്മതിക്കത്തില്ല. യഹൂദന്മാർ പറയുന്നു ഇവൻ വെറും മനുഷ്യനാ, തച്ചൻ്റെ മകനാണ്. ഹല്ലേലൂയ. അപ്പോ ഇവൻ വെറും മനുഷ്യനാണ്, തച്ചൻ്റെ മകനാണ്, ഇവന്റെ അപ്പനും അമ്മയും ഒക്കെ
നമ്മുടെ ഇടയിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവനിൽ ഇടറിപ്പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ ഇടറിപ്പോകുന്ന ഈ ഒരു തലം ഇന്ന് അതിൻ്റെ തലം വേറൊരു തലത്തിലേക്ക് പിശാച് അപ്ഗ്രേഡ് ചെയ്തു. രണ്ടും ഒരേപോലെ തെറ്റ്. ഹല്ലേലൂയ. രണ്ടും ഒരേപോലെ തെറ്റ്. ബൈബിൾ പ്രകാരം യേശു ക്രിസ്തു വളരെ വ്യക്തയോട് പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ഹല്ലേലൂയ. മാർത്ത പറയുന്നു, നീ വിശ്വസിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ മാർത്ത പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു, നീ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പത്രോസിനോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് പറയുന്നത്? മറ്റുള്ളവർ പലതും പറയുന്നുണ്ട്, നീ ആരെന്ന് പറയുന്നു? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ. അപ്പോ ഈ ഒരു തലം നിലകൊള്ളുമ്പോൾ നമ്മൾ അത് മാറ്റിയിട്ട് യേശുക്രിസ്തു ആണ് അത്യുന്നതനായ യേശുക്രിസ്തുവിന്റെ അപ്പനെന്ന് തന്നെ ആക്കി പറയുന്ന ഒരു കൂട്ടരുണ്ട്. അവരും ഇവരെ പോലെ തന്നെ യഹൂദന്മാരെ പോലെ തന്നെ എററിപ്പോയി. ഒരുമിച്ച് എററിപ്പോയി. ഇനി ഇതല്ല, യേശു പുത്രനാണെന്നും ആ അപ്പനോട് ഈക്വലാണെന്നും പറയുന്നവരുണ്ട്. ശരിയാണ്, അപ്പനോട് ഈക്വലാണ്. എന്തിലാണെന്നറിയാമോ? ദൈവത്വത്തിൽ അപ്പനോട് ഈക്വലാണ്. സ്ഥാനത്തിൽ യേശു തന്നെ പറയുന്നു, പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. ഹല്ലേലൂയ. അപ്പോ ഇതൊക്കെ നമ്മൾ വരുമ്പോൾ അറിവില്ലാത്ത പുതിയ ജനങ്ങൾക്ക് നമ്മളുടെ ഇന്നത്തെ സുവിശേഷീകരണ വേല ഒരു കുടുക്കാണ്. യഥാർത്ഥത്തിൽ വ്യക്തതയോടെ പറയണം, ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവുമായി ഒന്നാകണം, ഒരു കുടുംബമാകണം, മാറിപ്പോകരുത്. അല്ലാതെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? പുതിയ ജനത്തിൻ്റെ ഉള്ളിൽ എന്നാ പറ്റുമെന്നറിയാമോ? നമ്മൾ യേശുവിനെ പിടിച്ച് ആരായിട്ടാണ് കൊണ്ടുവരുന്നേ? യേശുവിനെ പിടിച്ച് അത്യുന്നതനായ ദൈവമായിട്ട് കൊണ്ടുവരുമ്പോൾ ഇവരുടെ രക്ഷ അതോടുകൂടെ അടഞ്ഞു, ക്ലോസ് ആയി. യേശുവിനെ പിടിച്ച് മനുഷ്യനാക്കിയാലും രക്ഷ ക്ലോസ് ആയി. കാരണം യേശുക്രിസ്തു ആരെന്ന് പറയുന്നവനാ രക്ഷിക്കപ്പെടുന്നതെന്ന് അറിയാമോ? യേശു ദൈവപുത്രൻ എന്ന് പറയുന്നവനിലാണ് ആ ദൈവജീവൻ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. അല്ല അത്യുന്നതനായ ദൈവം എന്ന് പറയുമ്പോഴല്ല, യേശു ക്രിസ്തു ദൈവപുത്രൻ. ഹല്ലേലൂയ. അവനിലാണ് ദൈവവും ഇവൻ ദൈവത്തിലും വസിക്കുന്നത്. അങ്ങനെയാണ് ഇത് രണ്ടും കൂടി ഒരു കുടുംബമായി മാറുന്നത്. ഒന്ന് യോഹന്നാൻ 4:15 വായിച്ചേ. 1 യോഹന്നാൻ 4:15. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. അപ്പോ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യണം. കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്താലേ, അതായത് ഒരു മൾട്ടി പ്ലഗ് പോലെയാണത്. മാറ്റി പ്ലഗ് ചെയ്യരുത്. നിങ്ങൾ കേട്ടില്ലേ, നിങ്ങളൊരു പ്ലഗിൽ, ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ സോക്കറ്റിൽ കയറാൻ നോക്കിയിട്ട് കയറുന്നില്ലായിരുന്നു എൻ്റെ പ്ലഗ്. കാരണം ഞാൻ പ്ലഗ് വെച്ചാൽ കയറ്റിയില്ലേ, കാരണം ഇവിടുത്തെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ പറയാണ്, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. അപ്പോ ഒരുവൻ ദൈവവുമായിട്ട് ഒന്നാകണേ എങ്ങനെയാ? ബൈബിള് പറഞ്ഞ എങ്ങനെയാ? ദൈവം യേശു ക്രിസ്തു, യേശു ദൈവത്തിൽ. 2 പോയിന്റ്, 2 ഭാഗങ്ങൾ. ഒരു സ്ഥലത്ത് ദൈവം, ഒരു സ്ഥലത്ത് മനുഷ്യൻ. ഇവർ രണ്ടും കൂടി ഒന്നാകണം. എങ്ങനെ, എന്ത് വിശ്വസിച്ചാൽ ഒന്നാകും? യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചാൽ ഇവർ തമ്മിൽ ഒന്നാകും. ഹല്ലേലൂയ. യേശു മനുഷ്യൻ എന്ന് വിശ്വസിച്ചാലോ ഒന്നാവൂല. യേശു അത്യുന്നതനായ ദൈവം എന്ന് വിശ്വസിച്ചാലോ ഒന്നാവൂല. മനസ്സിലായോ? ഒരു മൾട്ടി പ്ലഗ്. ഈ മൾട്ടി പ്ലഗ് എന്തിനു വേണ്ടിയാ? ആ സോക്കറ്റും ഇല്ലേ, ആ ഒരു പ്ലഗ് ഇല്ലേ, ആ പ്ലഗും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കണക്ഷൻ ഇല്ലേ, ഇത് രണ്ടും കൂടി ഒന്നാക്കാനാണ് മൾട്ടി പ്ലഗ്. ഹല്ലേലൂയ. അപ്പൊ മൾട്ടി പ്ലഗ് അതാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ കണക്ഷൻ എന്ന് ചിന്തിച്ചാലും, തിരിച്ച് ഓപ്പോസിറ്റ് ചിന്തിച്ചാലും ഇത് രണ്ടും കൂടി ഒന്നാകത്തില്ല. അപ്പൊ ബൈബിൾ എന്താണോ പറയുന്നത് അതിൽ നിന്നൊന്നും കൂട്ടാനും പോകരുത്, കുറയ്ക്കാനും പോകരുത്. അവസാനം നമ്മളെ കള്ളനായി പിടിക്കും. അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്നെ വിട്ടുപോകുന്ന കർത്താവ് തീർച്ചയായിട്ടും പറയും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും യഹൂദന്മാരെ പോലെ യേശുവിനെ പിടിച്ച് മനുഷ്യനാക്കാനും പോകണ്ട, ക്രിസ്ത്യാനികളെ പിടിച്ച് ക്രിസ്തുവിനെ പിടിച്ച് അത്യുന്നതനായ ദൈവമാക്കാനും പോകണ്ട. ബൈബിൾ എന്താണോ പറയുന്നത് ആസ് ഇറ്റ് ഈസ്. യേശു ദൈവപുത്രൻ. ദൈവപുത്രൻ ആര് തന്നെയാ? ദൈവം തന്നെയാ. അപ്പനല്ല, മകനാണ്. ഹല്ലേലൂയ. അപ്പൊ ക്ലാസിഫിക്കേഷനിൽ ഇവർ ദൈവതുല്യനാണ്. ഹല്ലേലൂയ. ക്ലാസിഫിക്കേഷനിൽ ഇപ്പൊ ഞാൻ മനുഷ്യനാണ്, എൻ്റെ മകനും മനുഷ്യനാണ്. ഞങ്ങൾ മനുഷ്യത്വത്തിൽ ഞങ്ങൾ ഒന്നാണ്, പക്ഷെ സ്ഥാനത്തിൽ ഞങ്ങൾ വേറെയാണ്. പുത്രനെ സംബന്ധിച്ച് സ്വയമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പുത്രൻ അപ്പൻ്റെ ശരീരമാണ്. ഹല്ലേലൂയ. ഇതാണ് പുത്രൻ പറയുന്നത്. ആമേൻ ആമേൻ, ഞാൻ തറപ്പിച്ച് നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ 5:19. ഉറപ്പിച്ച് തറപ്പിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിവുള്ളത് അല്ല. കാരണം ആ ഫാമിലി സ്ട്രക്ചർ അങ്ങനെയാ, ദൈവം അങ്ങനെയാ സ്ട്രക്ചറൈസ് ചെയ്തിരിക്കുന്നത്.
വായിച്ചേ, 5:19 വായിച്ചേ. ഓ ഫാദർ വി താങ്ക് യു. സ്തോത്രം. അതുകൊണ്ട് നിലനിന്ന് പോകുന്നു. നമ്മൾ ആ സ്ട്രക്ചറൈസ് ചെയ്യുമ്പോൾ റൈറ്റ് ആയിട്ട് സ്ട്രക്ചറൈസ് ചെയ്യുക. യോഹന്നാൻ 5:19. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ശ്രദ്ധിച്ചേ, അപ്പോ ഇതൊന്നും ചർച്ച വായിക്കത്തില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഓക്കെ, ആമേൻ ആമേൻ ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് കഴിയില്ല എന്ന് ഞാനല്ല പറയണേ, പത്രോസല്ല പറയണേ, ഇത് പറയണത് ക്രിസ്തു തന്നെയായി പറയണേ. ഹല്ലേലൂയ. പക്ഷേ നമുക്ക് ക്രിസ്തുവിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ തെറ്റായി പഠിപ്പിച്ചത് കൊണ്ട് നമുക്ക് എന്താ കുഴപ്പം? നമുക്ക് റിസൾട്ട് ഇല്ല. ശരിയായി നമ്മൾ ബൈബിളിലെ വചനത്തെ നാം മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാകും. ആ റിസൾട്ട് ഉണ്ടാകുന്നത് ഈ കണക്ഷൻ ഉണ്ടല്ലോ. യേശുവിനെ ദൈവപുത്രനെ വിശ്വസിക്കുമ്പോൾ നാം ആരായിട്ട് കണക്ട് ചെയ്യപ്പെട്ടു? സ്വർഗസ്ഥ പിതാവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടു. ഒന്നായി ഇതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ആ കണക്ഷൻ തെറ്റിക്കരുത്. ഒരു റൈറ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻ ആണെങ്കിൽ അത് മാറ്റാതെ, ഇത് കണക്ടറാണ്. കണക്ടർ പിതാവും ജനവും തമ്മിലുള്ള കണക്ടറാണ്. സ്വർഗസ്ഥ പിതാവും ജനവും തമ്മിലുള്ള കണക്ടറാണ് ക്രിസ്തുവെ ദൈവപുത്രനെ വിശ്വസിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇതായിരുന്നു പണ്ടത്തെ സുവിശേഷ വേദികളിലൊക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്നേ. ഇന്നത്തെ സുവിശേഷ വേദികളിൽ മാറ്റിയിട്ട് യേശുവിനെ അത്യുന്നതനായ ദൈവമാക്കി വിശ്വസിപ്പിക്കുക. പൊട്ടത്തെറ്റായി കാണിക്കണൊക്കെ. ഇത് പറഞ്ഞു കൊടുക്കാൻ വിവരമുള്ള ഒരു ദേവദാസനും ഇല്ല. ദേവദാസന്മാർ ചെന്നാലും അവർക്ക് പേടിയാണ്, അവർ പുറത്താകുമെന്ന് ചർച്ച ചെയ്യുന്നത്. പണ്ടത്തെ സുവിശേഷീകരണത്തിൽ അങ്ങനെയായിരുന്നു. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ പണ്ടത്തെ സുവിശേഷീകരണം. ഇതാ എത്യോപ്യ രാജ്ഞിയുടെ ഫൈനാൻസ് മിനിസ്റ്റർ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിത്വം ഷണ്ടൻ ഇതാ യെരുസലേമിലേക്ക് ദേവാലയത്തിലേക്ക് പോവുകയാണ്. ആ സമയമാണ് ഇതാ ഫിലിപ്പോസുമായിട്ടുള്ള ഒരു കാഴ്ച കാണുന്നേ. ആ തേരിൽ നിന്ന് പോകുമ്പോൾ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 വായിക്കുക. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 വായിച്ചപ്പോൾ അത് മുഴുവൻ ക്രിസ്തുവിനെ കുറിച്ച് എഴുതി വെച്ചേക്കണേ. ക്രിസ്തു കാൽവരി യാഗമാകുന്നതിന്റെ കാര്യം. അപ്പൊ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിക്കുന്ന സമയം ഇതാ തേരിലോട് കയറിയിരുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. യേശുക്രിസ്തു കാൽവരി മരിച്ചു എന്നുള്ളതൊക്കെ. അവസാനം ഇതാ ഒരു വെള്ളമുള്ള സ്ഥലം, നിങ്ങളത് വായിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ, ഒരു വെള്ളമുള്ളൊരു സ്ഥലം വന്നു. അപ്പോ ഉടനെ ചോദിച്ച് ദാ വെള്ളം, ഞാൻ സ്നാനമേക്കുന്നതിന് എന്ത് തടസ്സം എന്ന് ചോദിച്ചപ്പോ ഉടനെ തിരിച്ചു പറഞ്ഞ എന്നാന്നറിയാമോ? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാമെന്ന് പറഞ്ഞു. ഇതാ പണ്ടത്തെ സുവിശേഷ വേലയാണ്, ഇപ്പത്തെ സുവിശേഷ വേലയാണ്. അന്നത്തെ സുവിശേഷം തമ്മിലുള്ള വ്യത്യാസം. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. ഉടനെ ഷണ്ടൻ പറഞ്ഞു, യേശുവാണ് അത്യുന്നതനായ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അങ്ങനെ വിശ്വസിക്കുന്നു, അതങ്ങ് പറഞ്ഞു. കണ്ടാ, ഇത് മനുഷ്യന് പിടുത്തം കിട്ടുന്നില്ല. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയില്ല. യേശുവാണ് അത്യുന്നതനായ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉടനെ രണ്ടുപേരും വെള്ളത്തിലിറങ്ങി സ്നാനം കഴിച്ചു. ആമേൻ. അങ്ങനെയൊന്നും അല്ല അവിടെ എഴുതിയാക്കണേ. ഉടനെ ഷണ്ടൻ എന്നാ പറഞ്ഞേ? യേശു അത്യുന്നതനായ ദൈവം ഞാൻ വിശ്വസിക്കുന്നതല്ല, യേശു ഈ ദൈവത്തിന്റെ പുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കറക്റ്റ് കണക്ഷനാണ് അവർ വരുന്നത്. കറക്റ്റ് കണക്ഷനാണ്. വായിച്ചേ, അങ്ങനെയല്ലേ? യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് എന്നാ പറ്റിയത്? ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് എന്നാ പറ്റിയേ? യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉടനെ ഫിലിപ്പോസ് തിരുത്തി, ഇരിക്കേ, ക്ലാസ്സിലിരിക്കേ. അങ്ങനെയല്ല, നീ പറഞ്ഞതുപോലെയല്ല. യേശു അത്യുന്നതനായ ഇതിന്റെ പുത്രനാണെങ്കിലും എന്നും പറഞ്ഞ അടുത്ത ക്ലാസ് കൊടുത്തില്ല അത്യുന്നതന ദൈവമാണെന്ന്. അങ്ങനെയല്ല. ബൈബിള് പറയുന്നതിൽ നമ്മൾ കൂട്ടാനും പോകരുത്, കുറയ്ക്കാനും പോകരുത്. അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ അന്നത്തെ സുവിശേഷീകരണം ഇന്നത്തെ സുവിശേഷീകരണത്തിന് വലിയ വൈരുദ്ധ്യമുണ്ട്. അന്നത്തെ സുവിശേഷീകരണം റൈറ്റ് ആയിട്ടുള്ള കണക്ഷനാണ്. ആ കണക്ഷനിൽ ഈ ജനം സ്വർഗസ്ഥ പിതാവുമായി ക്രിസ്തുവിലൂടെ ഒന്നായി മാറുകയാണ്. നിരപ്പിന്റെ ശുശ്രൂഷ എന്ന് പറയുക അതിനെ, നിരപ്പിന്റെ ശുശ്രൂഷ. ഹല്ലേലൂയ. ഇതാ നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവോ? ഇതാ വിശ്വസിക്കുന്നു, യേശു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉടനെ എന്ത് ചെയ്തു? ഉടനെ അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി ഇതാ സ്നാനം കഴിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോ ഇത് വളരെ വ്യക്തതയോടെ മനസ്സിലാക്കുക. നമ്മൾ അന്നത്തെ അടിസ്ഥാനം എന്നൊക്കെ എടുത്ത് ഇന്ന് തെറ്റിപ്പോയ സ്ഥലത്തിൽ കൊണ്ട് മാറരുത്. അത് കഴിഞ്ഞ് എന്ത് പറ്റിയെന്ന് അറിയാമോ? അപ്പൊ എങ്ങനെ തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ്
എന്താ സംഭവിച്ചേ? ശിഷ്യന്മാരുടെ കാലം കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ വചനം പറയുകയാണ്, അപ്പോസ്തലപ്രവൃത്തി 20:29 വചനം പറയാണ്, കൊടിയ ചെന്നായികൾ സഭയിൽ കയറി. കൊടിയ ചെന്നായികൾ സഭയിൽ കയറിയിട്ട് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയാൻ വിപരീത ഉപദേശം പ്രഖ്യാപിച്ചു. അതോടുകൂടെ ഡിനോമിനേഷൻ സംഘടനകളും കൂട്ടവും ബഹളവുമായി. അതോടുകൂടെ ക്രിസ്തീയ സഭ ഇതാ സ്വർഗീയ പിതാവുമായി ഒന്നായി നിരപ്പിന് ചുറ്റും ഒരു കുടുംബം ആണതിന് പകരം ഇത് മനുഷ്യർ തമ്മിൽ ഓരോരോ കൂട്ടമായി മരണ യൂണിറ്റുകൾ ആയി. ഒരു മരണ യൂണിറ്റ്, കത്തോലിക്ക മരണ യൂണിറ്റ്, CPM മരണ യൂണിറ്റ്, പെന്തക്കോസ്റ്റ് മരണ യൂണിറ്റ്, എല്ലാം മരണ യൂണിറ്റുകളായി. യേശുക്രിസ്തുവിലൂടെ ഉള്ളത് മരണ യൂണിറ്റ് അല്ല, അത് ജീവന്റെ യൂണിറ്റാ. അതിൻ്റെ ഉള്ളിൽ ഒരുത്തനും മരണമില്ല. അവർ മരിച്ചാലും നിത്യം ജീവിക്കുന്ന ദൈവത്തിന്റെ കുടുംബമായി മാറി. അപ്പൊ ഈ ഒരു തലം മറക്കരുത്. അപ്പോസ്തലപ്രവൃത്തി 20:29 വായിച്ചേ. പൗലോസ് അപ്പോസ്തലൻ, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ പോയ ശേഷം, അതിനു മുമ്പ് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് 20:25, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ടിരുന്ന എന്റെ മുഖം ഇനി നിങ്ങൾ കാണുകയില്ല. അപ്പൊ നിങ്ങളുടെ ഇടയിൽ ഞാൻ പ്രസംഗിച്ച സബ്ജക്ട് എന്തായിരുന്നു? ദൈവരാജ്യമാണ്. യേശു പ്രസംഗിച്ച അതേ കവണന്റ് ആയിരുന്നു ഞാൻ സംസാരിച്ചേ, ദൈവരാജ്യം. ഹല്ലേലൂയ. ഇന്ന് ബൈബിൾ കോളേജിലെ സിലബസിൽ പോലും ഇല്ല ദൈവരാജ്യം. ഹല്ലേലൂയ. പിശാച് അത്രമാത്രം ജയിച്ചു കിടക്കുക. അപ്പോ യേശു ക്രിസ്തു പ്രസംഗിച്ച അതേ സുവിശേഷമായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. അപ്പോസ്തലപ്രവൃത്തി 20:25. എന്നിട്ട് തൊട്ട് താഴെ അദ്ദേഹം പറയാ, പക്ഷേ ഞങ്ങൾ പോയ ഉടനെ കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേക്കും. അത് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രഖ്യാപിക്കും. വായിക്കാം. ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. തുടക്കം മുതലേ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. പ്രവചനമായിരുന്നു പൗലോസ് അപ്പോസ്തലന്റെ. ഇത് ആദിമ നൂറ്റാണ്ടിൽ നടന്നു. ശിഷ്യന്മാരുടെ ആരുടെ പിന്നാലെ വലിക്കുന്നു? യേശുവിന്റെ പിന്നാലെയോ തങ്ങളുടെ പിന്നാലെയോ? അവിടെ നിന്ന് വായിച്ച ശിഷ്യന്മാരുടെ ആരുടെ പിന്നാലെയാ? ശിഷ്യന്മാർ തങ്ങളുടെ പിന്നാലെ, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രഖ്യാപിക്കും. സംഭവം പോയി അന്നേ പോയതാ. നമ്മളൊക്കെ ഇതാ എത്ര വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 1900 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം ഇത്. അതിനുശേഷം അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഉള്ള തലമുറയാണ് നമ്മൾ. ഹല്ലേലൂയ. ഏതായാലും വിശുദ്ധ ബൈബിൾ നമ്മുടെ കയ്യിൽ കിട്ടിയത് കൊണ്ട്, പുരാതന തിരുവെഴുത്തും അതിനുശേഷം ദൈവത്തിന്റെ ശിഷ്യന്മാരുടെ തിരുവെഴുത്തുകളും കയ്യിൽ കിട്ടിയത് കൊണ്ട് അതിലൂടെ നമുക്ക് സത്യം തിരിച്ചറിയുകയും ഈ സത്യത്താൽ നമ്മൾ സോഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെടുകയും ചെയ്താൽ രക്ഷപ്പെട്ടു. സോഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ എന്നാ പ്രശ്നം എന്നറിയാമോ? ഇപ്പൊ ഈ സത്യമൊക്കെ പുറത്തിറക്കി വരുമ്പോ ഇപ്പൊ സഭകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? സഭകൾ പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാ സഭകളും പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട്. സത്യം ബൈബിളാണ് സത്യം, ബൈബിളാണ് സത്യം എന്നും പറഞ്ഞ് ഇതുവരെയും വെള്ളം എടുപ്പിട്ട് നടന്നവർ ഇപ്പൊ എന്നെ പറഞ്ഞെന്നറിയാമോ? ബൈബിളിലൂടെ കാര്യം തെളിയിക്കപ്പെടുന്നില്ല എന്ന് തെളിയിച്ചപ്പോ ഇവരിപ്പോ പറഞ്ഞെന്നറിയാമോ? ബൈബിൾ നിങ്ങൾക്ക് ആര് തന്ന്? ബൈബിൾ തന്ന ആരാന്നറിയാമോ? സഭയല്ലേ. ബൈബിൾ തന്ന ആരാ? അപ്പൊ ആരാ നമ്മൾ ആദ്യം വിശ്വസിക്കണ്ടേ? സഭയല്ലേ. 8 വട്ടം പൊട്ടിയതിന്റെ റിസൾട്ട് അല്ലേ കണ്ടേ? പലയിടത്തും തർക്കം ഇതാ, ബൈബിൾ വന്നാരാ? സഭ. അപ്പൊ സഭയല്ലേ വിശ്വസിക്കണ്ടേ? ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ രക്ഷപ്പെടണോ? ഈ റൈറ്റ് കണക്ഷൻ കിട്ടണം. റൈറ്റ് കണക്ഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് ആരുമായിട്ട് കണക്ഷനായി? ക്രിസ്തുവിലൂടെ സ്വർഗസ്വപിതാവായിട്ട് കണക്ഷനായി. റൈറ്റ് കണക്ഷൻ അല്ലെങ്കിലോ നിങ്ങളുടെ വീട്ടിലെ ബൾബ് കത്തത്തില്ല. കാരണം കണക്ഷൻ വരുന്നത് സ്വർഗസ്വപിതാവിൽ നിന്നാ. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ, അപ്പൊ തന്നിൽ തന്നെ ജീവനുള്ള ഒരേ ഒരാളേ ഉള്ളൂ, സ്വർഗസ്വപിതാവ്. പുത്രന് ജീവൻ ഉണ്ടാകാൻ വരം കൊടുത്തിരിക്കുന്നു. അപ്പൊ പുത്രന് കണക്ഷൻ കിട്ടി പിതാവിൽ നിന്ന്, അല്ലേ? അതിനൊക്കെ പുറകെടുക്കാം. പുത്രന് കണക്ഷൻ കിട്ടി. ഇനി അടുത്തത്, പുത്രൻ പറയാണ്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ തരാൻ, കണക്ഷൻ തരാനാ. ഹല്ലേലൂയ. അപ്പൊ എന്റെ കണക്ഷൻ എവിടെന്നാ? പിതാവിൽ നിന്ന്. നിങ്ങൾക്ക് കണക്ഷൻ എവിടെന്നാ? എന്നിൽ നിന്ന്. അപ്പോ ഞാനുമായി, എന്നിലൂടെ നിങ്ങൾ പിതാവുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നില്ലെങ്കിലോ നിങ്ങൾക്ക് ജീവനില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് ജീവനില്ല. ജീവൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിതാവിൽ നിന്ന് കിട്ടുമായിരുന്നു. ഇപ്പൊ ഞാനും നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ റോങ് ആയതുകൊണ്ട് പിതാവിൽ നിന്ന് കണക്ഷൻ ഇല്ല. നിങ്ങളൊരു ആർട്ടിഫിഷ്യൽ കണക്ഷൻ എടുത്തിട്ടിരിക്കുക. ആർട്ടിഫിഷ്യൽ കണക്ഷൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഓർഗന്റെ സ്പീഡും മതളത്തിന്റെ സ്പീഡും ഒക്കെയാണ്. ഒറിജിനൽ പിതാവുമായുള്ള കണക്ഷനിലല്ല കിടക്കണേ. ഹല്ലേലൂയ. പെട്ടെന്ന് ആരാധനയുടെ ഇടയ്ക്ക് ഒന്ന് പവർ പോയാൽ നിങ്ങളുടെ ആരാധന സ്റ്റോപ്പായി.
എന്നും പറഞ്ഞ് സ്റ്റോപ്പാവും. പക്ഷെ ഒറിജിനൽ പിതാവായിട്ട് കണക്ഷൻ്റെ ആരാധനയൊന്നും സ്റ്റോപ്പാവില്ല. അവിടുന്ന് ജീവൻ സപ്ലൈയാ. അത് ക്രിസ്തുവിലൂടെ റൈറ്റ് കണക്ഷനാ. ഹല്ലേലൂയ. ഇപ്പോ ഈ കൂട്ടർ വന്നിട്ട് പറയാണ്, ഇതാ ബൈബിള് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ബൈബിള് സഭയല്ലേ തന്നെ, അല്ല സഭയല്ലേ അനുസരിക്കണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കണക്ഷൻ റൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട. നിങ്ങൾ അക്ഷരത്തിൽ നിന്ന് ആത്മാവിലേക്ക് എത്തിക്കഴിഞ്ഞു. അക്ഷരത്തിൽ നിങ്ങൾ ആത്മാവിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അക്ഷരം പോലും വേണ്ട ദൈവത്തെ അറിയാൻ. അക്ഷരം എഴുതിയ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ബൈബിൾ ശ്രദ്ധിക്കുമ്പോൾ ആദ്യ പുസ്തകങ്ങളിലൊക്കെ അക്ഷരങ്ങളാണ്. ബൈബിളിലെ ഏറ്റവും അവസാന പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ എന്നാണെന്നറിയാമോ? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കണക്ഷൻ കറക്റ്റ് ആയാൽ അങ്ങനെയാണ്. കണക്ഷൻ കറക്റ്റ് ആവണം. ഹല്ലേലൂയ. അക്ഷരത്തിലൂടെ ആത്മാവിലെത്തണം. അക്ഷരത്തിലൂടെ ആത്മാവിൽ എത്തിയില്ല എങ്കിൽ നമുക്ക് അപകടമാണ്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ ഉപദേശിക്കുന്നത് അക്ഷരമല്ല. അക്ഷരമായിരുന്നു ഉപദേശിച്ചിരുന്നത്, അക്ഷരത്തിലൂടെ ആത്മാവിലെത്തി. ഇതുകൊണ്ടാണ് പൗലോസ് ബുദ്ധി വിളിക്കുന്നൊരു കാര്യമുണ്ട് ഗലാത്യ സഭയെ, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചു, ക്രിസ്തുവിൽ തുടങ്ങിയപ്പോൾ ആത്മാവിലാണ് തുടങ്ങിയത്, പക്ഷെ നിങ്ങൾ ഇപ്പോൾ പോയി ജഡത്തിൽ പോയി സമാപിച്ചു. ബുദ്ധിയില്ലാത്തൊരു തലമാണ് അത് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ, കാര്യത്തിലേക്ക് കടന്നു വരട്ടെ. ഇതാ നമ്മളുടെ വിഷയം എന്ന് പറഞ്ഞാൽ, ഇതെന്തുകൊണ്ട് ഇത് പറയണമെന്ന് പറഞ്ഞാൽ, ഓപ്പോസിറ്റ് പിശാച് മറ്റ് ചിന്തകൾ സഭയുടെ ഉള്ളിൽ മനുഷ്യന്റെ മനസ്സിൽ ഇട്ടിട്ട് ഈ മനുഷ്യനെ ദൈവത്തിന്റെ സത്യം അറിയാതെ ബ്ലോക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങളിവിടെ കേൾക്കുന്ന കാര്യം ഉടമ്പടിയാണ്, എറ്റേണൽ കവണന്റ് ആണ് കേൾക്കുന്നത്. ശക്തമായ പ്രബലമായ ഉടമ്പടിയാണ് നിങ്ങൾ കേൾക്കുന്നത്. പ്രബലമായ ഉടമ്പടിയിൽ ഇത് വളരെ സിമ്പിളാണ്, പക്ഷെ നിങ്ങൾക്കകത്ത് പറഞ്ഞു തരാൻ എനിക്ക് വളരെ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന പോലെ അങ്ങ് പഠിപ്പിച്ചു തരുന്ന പരിപാടിയല്ല ഇത്. 2 കിണ്ടങ്ങളെ ഒഴിവാക്കണം. ഒന്ന് പിശാചിന്റെ കിണ്ടത്തെ തോപ്പിക്കണം, പിന്നെ മനുഷ്യൻ സഭയുടെ ഉള്ളിൽ തെറ്റായി പഠിപ്പിച്ചിരിക്കുന്നതിനെ തോൽപ്പിക്കണം. എന്നിട്ട് വേണം, നിങ്ങളുടെ അകത്ത് ഭോഷത്വം കെട്ടിക്കിടക്കുക ഇത് തെറ്റായി പഠിപ്പിച്ചതുകൊണ്ട്. ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ആ ഭോഷത്വത്തെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ അത് മാറ്റി നിങ്ങളുടെ ഉള്ളിൽ സ്ഥാപിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാതെ, പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് എറ്റേണൽ, അതായത് ഫാൻ കവണന്റ്, എന്താണ് ഈ പുതിയ ഉടമ്പടി? സിസ്റ്ററെ കറുത്ത ചുരിദാർ, എന്താണ് ദൈവം ചെയ്യുന്ന പുതിയ ഉടമ്പടി? ക്രിസ്തുവിൽ ആരുമായിട്ട് ഒന്നായിത്തീരുന്നു. പ്രൈസ് ഗാഡ്, ഗ്ലോറി. ഒരു കുടുംബമായി തീരുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവിൽ നമ്മൾ സ്വർഗസ്ഥ പിതാവുമായി ഒന്നായി ചേർന്നു. അപ്പോൾ അതിന് കണക്ട് ചെയ്യണേ എന്ത് സാധനം കൊണ്ടാണ് കണക്ട് ചെയ്യണ്ടേ? എന്തുകൊണ്ടാണ് കണക്ട് ചെയ്യണ്ടേ? അതിൽ തന്നെ ഉത്തരവുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം എന്തുകൊണ്ടാണ് കണക്ട് ചെയ്യണ്ടേ. 1 യോഹന്നാൻ 4:15 എന്തുകൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ രണ്ടും കൂടി ഒന്നാവും എന്ന് പറഞ്ഞേ? എന്തുകൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ രണ്ടും കൂടി ഒന്നാകും? ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു. 1 യോഹന്നാൻ 4:15 എന്തുകൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ദൈവവും അവൻ മനുഷ്യനും കൂടെ ഒരുമിച്ച് വസിക്കാൻ എന്ത് വേണം? ദൈവപുത്രൻ വേണം. യേശു ക്രിസ്തു ദൈവപുത്രൻ വേണം. പക്ഷെ അത് എനിക്ക് സംഭവിക്കണം എന്നാ വേണം? യേശു ക്രിസ്തു ആരെന്ന് ഞാൻ വിശ്വസിക്കണം. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കണം. മനസ്സിലായോ? പക്ഷെ യഹൂദന്മാർ സമ്മതിക്കോ? ഇല്ല. ക്രിസ്ത്യാനികൾ സമ്മതിക്കോ? 2 സമ്മതിക്കത്തില്ല. ക്രിസ്ത്യാനികൾ പറയും യേശു, യഹൂദന്മാർ പറയും യേശു മനുഷ്യനാണെന്ന്, ക്രിസ്ത്യാനികൾ പറയും യേശു തന്നെ ദൈവമാണെന്ന്. 2 സമ്മതിക്കത്തില്ല. 2ന്റെ ലക്ഷ്യം എന്താ? ഇവർ രണ്ടും കൂടെ ഒന്നാകരുത്. ഇവരുടെ ലക്ഷ്യമല്ല, ഇവരുടെ പുറകിലുള്ള പിശാചിന്റെ ലക്ഷ്യം. അവരെ അറിവില്ലാത്തതുകൊണ്ട് അവരങ്ങനെ പറയണേ. സത്യം അറിയുമ്പോൾ സത്യം അവരെ സ്വതന്ത്രമാക്കും. അപ്പോ മനുഷ്യരും ദൈവവും തമ്മിൽ ഒന്നാകണമെങ്കിൽ എന്നായിട്ട് ഫിറ്റ് ചെയ്യണം? ദൈവപുത്രൻ വേണം. പക്ഷേ ദൈവപുത്രനെ യേശുവിന്, ക്രിസ്തു വേണം. ക്രിസ്തുവിനെ ആരെന്ന് വിശ്വസിക്കണം? ബൈബിൾ പറഞ്ഞു യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. രണ്ടും കൂടി ഒന്നായി. മനസ്സിലായി? ഇവൻ ആത്മാവിലായി. ജഡത്തിൽ നിന്ന് അവൻ ആത്മാവിലായി, പിതാവിലെ കണക്ഷനായി. ഇനി ഓരോ നിമിഷവും സത്യം അറിയുമ്പോൾ ഈ കണക്ഷനിൽ ഇവൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സത്യം അറിയുമ്പോൾ സത്യം ഇവനെ സ്വതന്ത്രമാക്കിക്കൊണ്ടേയിരിക്കും. ഹലോ, മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? സിമ്പിളാ പരിപാടി. പക്ഷേ ഇതുങ്ങൾ കയറ്റിവിടത്തില്ല. എങ്ങനെ കയറ്റിവിടത്തില്ല? പിശാച് ഈ ഇവര് യഹൂദന്മാരും ഇവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാ. പക്ഷേ അവരുടെ എരിവ് തെറ്റായ എരിവായി പോയി. ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് നല്ലൊരു പങ്ക് നമ്മുടെ സഹോദരന്മാർ, നമ്മളും അവിടെ ആയിരുന്നു. നമ്മൾ സ്നേഹിക്കുന്നവരാ, നല്ലവരാ. പക്ഷെ അവരുടെ ഇടയിൽ കള്ളപ്രവാചകന്മാരും കയറി കിടന്നിട്ട് ഈ കള്ളപ്രവാചകന്മാരെ പേടിച്ച് നല്ലവർക്ക് പോലും മിണ്ടാൻ നിവർത്തിയില്ല.
നല്ലവർക്കും ഒരു മിണ്ടാൻ നിവൃത്തിയില്ല. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞു, അനേക കള്ളപ്രവാചകന്മാർ വന്ന് നിങ്ങളെ തെറ്റിക്കൂ. എന്തെങ്കിലും മിണ്ടിയ ഉടനെ ചർച്ചയിൽ നിന്ന് പുറത്താക്കും. ഇത് നിങ്ങൾ പേടിച്ചിരിക്കുക, മിണ്ടാൻ വയ്യ. ഹല്ലേലൂയ. കുറച്ചാളത്തേക്ക് ചർച്ചയിൽ നിന്ന് പുറത്താക്കണത് നിനക്ക് അതല്ലേ നല്ലത്? നിത്യകാലം സ്വർഗരാജ്യത്തിൽ നിന്ന് പുറത്താക്കണേനേക്കാളും അല്ലേ? എനിക്കങ്ങനെ തോന്നണേട്ടാ, എനിക്കങ്ങനെ തോന്നണേ. ഹല്ലേലൂയ. കുറച്ചു കാലത്തേക്ക് ചർച്ചയിൽ നിന്ന് പുറത്താകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നിത്യകാലം ദൈവരാജ്യത്തിൽ നിന്ന് പുറത്താകും. കർത്താവ് പുറത്താക്കാൻ കണ്ടിട്ടുണ്ടോ? ഭയങ്കര ശുശ്രൂഷകന്മാരായിരുന്നു. രോഗസൗഖ്യം, ഭൂതസൗഖ്യം, പ്രവാചകന്മാർ, സുവിശേഷം അറിയിച്ചവർ, യേശുവിനെ കർത്താവ് സ്വീകരിച്ചവർ. കർത്താവ് എല്ലാവരോടും ഒറ്റയടിക്ക് പറഞ്ഞു, ഗെറ്റ് ഔട്ട്. ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. എന്നെ കർത്താവ് എന്ന് പറയുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്തെ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നുള്ളൂ. കണ്ടോ, നിത്യമായും പുറത്തു പോയില്ലേ? അതിനും ഭേദവും ഒരു അല്പകാലം പുറത്തു പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഈ ജീവിതകാലത്ത്. ഞാൻ അങ്ങനെ ചിന്തിക്കണേ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ അവയവമായി നിൽക്കും ഞാൻ തീരുമാനിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇപ്പം തീരും വിശ്വാസം, ഇപ്പം തീരും. ഇതിനു മുമ്പ് നമ്മൾ നമ്മുടെ പാത്രം നേടിക്കൊള്ളണം. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ പോയിട്ട് ഒരു കാര്യവും ഇല്ല. മനസ്സിലായോ? നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ കത്തോലിക്ക സഭയിലെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അവയാണ്. എനിക്ക് അവിടെ നിൽക്കാമായിരുന്നു, അവിടുത്തെ പ്രശസ്തനാകാമായിരുന്നു. ഹല്ലേലൂയ. അച്ഛൻ്റെ ഇടത്തും വലത്ത് നിൽക്കുന്ന ആൾത്താര ബാലന്മാരിൽ ഒരാളായിരുന്നു ഞാൻ കുർബാന ചെല്ലുമ്പോൾ. ഹല്ലേലൂയ. അവരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ പ്രശ്നം എനിക്ക് അവരായിട്ട് അവർ വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു വൈരാഗ്യവും ഇല്ല കേട്ടോ. എനിക്ക് അവരായിട്ട് ചേരാൻ പറ്റാത്ത ഒറ്റ കാര്യം എന്ന് പറയുന്നത്, അവർ പറഞ്ഞ ബൈബിൾ മാത്രം വിശ്വസിച്ചാൽ പോരാ, നമ്മുടെ സഭാ പിതാക്കന്മാർ തന്നതും വിശ്വസിക്കുന്നത്. ഇത് വിശ്വസിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ഞാൻ പുറത്തിറങ്ങി വന്നപ്പോഴും കാണുന്നത് ഇത് അതുപോലെ തന്നെ വേറൊരെണ്ണം. ഹല്ലേലൂയ. എന്തെങ്കിലും തെറ്റ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിപ്പിച്ചത് എന്നൊന്നും ശരിയാന്ന് പറയും. തെറ്റ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സത്യം അറിയുമ്പോൾ നമ്മൾ തിരുത്തണം. നമ്മൾ ആരും പൂർണ്ണരല്ല. ഹല്ലേലൂയ. ആരും പൂർണ്ണരല്ല. കഴിഞ്ഞ 2 ആഴ്ചകളുടെ മുമ്പ് ഞാനും തെറ്റ് പഠിച്ചത് വേറൊന്നും തിരുത്തിയിട്ടുള്ളൂ. ഇനിയും തിരുത്താൻ കിടക്കുന്നു എൻ്റെ ജീവിതത്തിൽ. കാരണം ബൈബിളിലെ സത്യം മനസ്സിലാക്കുമ്പോൾ പലതും തിരുത്തി നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ, ഇവിടെ മറക്കരുത്. ഇപ്പോൾ നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, യേശുവിനെ ദൈവപുത്രനായി നിങ്ങൾ സ്വീകരിച്ചു. നല്ല കാര്യം. തെറ്റായി സ്വീകരിക്കരുത്, റൈറ്റായിട്ട് സ്വീകരിക്കുക. ഹല്ലേലൂയ. ബൈബിൾ പ്രകാരം സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളും പിതാവുമായിട്ട്, സ്വർഗസ്ഥ പിതാവുമായിട്ട് കണക്ഷനായി. വേറെ ഒരു രീതിയിലും സ്വീകരിച്ചാൽ കണക്ഷൻ ആവില്ല. ഹല്ലേലൂയ. അങ്ങനെ കണക്ഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടെന്നറിയാമോ? വിശ്വാസത്തിന്റെ പരിശോധന ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, മനുഷ്യരെയാണോ പ്രസാദിപ്പിക്കുന്നത്, ദൈവത്തെയാണോ പ്രസാദിപ്പിക്കുന്നത് എന്നാണ് അടുത്ത ചോദ്യം. ഇവിടെയാണ് പലപ്പോഴും ഒരു കുരുടൻ, യോഹന്നാൻ സുവിശേഷത്തിൽ കാണുന്ന ഒരു കുരുടനുണ്ട്. ഞാൻ ചിന്തിക്കുന്നു 9ാം അധ്യായം ചിന്തിക്കുന്നു. അവിടെ ഒരു കുരുടനുണ്ട്. ആ കുരുടനെ യേശുക്രിസ്തു സൗഖ്യമാക്കുന്ന രംഗമുണ്ട്. അപ്പോ ജന്മനാവൻ കുരുടനാണ്. അവൻ സൗഖ്യമായതിനു ശേഷം വന്ന് ചോദിക്കുന്ന ആളുകൾ ചോദിക്കുമ്പോൾ അവൻ്റെ അപ്പന്മാരോട് ചോദിക്കുകയാണ്, വന്നിട്ട് ചോദിക്കുകയാണ്, യഹൂദന്മാർ പരീശന്മാർ ചോദിക്കുക, ഇവൻ സൗഖ്യമായെന്ന് കണ്ടല്ലോ, എന്താ സത്യമാണോ എന്ന് ചോദിച്ചു. അപ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്, യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും അംഗീകരിച്ചാൽ, ക്രിസ്തു എന്ന് വെച്ചാൽ ആരാന്നറിയാമോ? ദൈവപുത്രൻ. അവരുടെ വിഷയം അതായിരുന്നു. നമ്മുടെ വിഷയം അത്യുന്നതനായ ദൈവമായ യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും അംഗീകരിച്ചാൽ അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞു ഒത്തിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ ഇന്ന് ക്രിസ്ത്യാനികൾ പലരും പറയണത്, യേശു അത്യുന്നതനായ ദൈവം അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കണം. 2 പേർക്കും ഒരേ രോഗമാണ്, വ്യത്യസ്ത സ്റ്റൈലാണെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഒരേ രോഗം തന്നെ 2 പേർക്കും. കാരണം 2 പേരുടെ ഈ രോഗം പിടിച്ചാൽ ഈ വ്യക്തികൾ സ്വർഗ്ഗരാജ്യത്തിൽ കയറൂല. ഇത് പിടിക്കരുത്. റൈറ്റായിട്ട് ബൈബിൾ എന്ത് പറഞ്ഞോ അതിൽ നിന്ന് അപ്പുറത്തേക്കും പോരുത്. ഇത് മനസ്സിലാക്കിയ ഈ അപ്പനും അമ്മയും, ഈ സൗഖ്യമായവന്റെ അപ്പനും അമ്മയും ആരാണ് സൗഖ്യം ആക്കിയതെന്ന് ചോദിച്ചപ്പോൾ ഇവർക്കറിയാം ക്രിസ്തുവാണ് സൗഖ്യമാക്കിയെന്ന്. പക്ഷേ അവര് പറയൂല. അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പിനെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഹല്ലേലൂയ. ഇതേപോലെയാണ് വിശ്വാസത്തിന്റെ പരിശോധന. ഉടനെ അവിടെ താഴെ ദൈവാത്മാവ് തന്റെ കമന്റ് രേഖപ്പെടുത്തിക്കണ എന്നാന്നറിയാമോ? അവിടെ അവർ
ജനറലി ഇവിടെ ഈ സംഭവത്തിൽ മാത്രമല്ല, മൊത്തത്തില് അവർ ദൈവത്തിൽ നിന്നുള്ള മാനത്തെക്കാൾ അവരെ ഭയപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. മനുഷ്യരെ ഭയപ്പെട്ടതുകൊണ്ടത്. ജനറലി പറയണത് ദൈവത്തിൽ നിന്നുള്ള മാനത്തെക്കാൾ ഉപരി മനുഷ്യരുടെ മാനത്തെ അവർ അധികം ഇഷ്ടപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയാണ് നമ്മൾ വിശ്വാസത്തിന്റെ പരിശോധനയിൽ തോറ്റുപോണേ. വിശ്വാസത്തിന്റെ പരിശോധനയിൽ തോറ്റുപോകരുത്. ഇവിടെ ആ വിശ്വാസത്തിന്റെ പരിശോധനയിൽ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി നാം പോകണം. അങ്ങനെ പോയാൽ നമ്മൾ ജയിക്കും. അല്ല എങ്കിൽ നാം ജയിക്കത്തില്ല. പിൻപിലുള്ളത് കളയാനും പാടില്ല, മുൻപിലുള്ളത് കിട്ടുകയും വേണോ, നടക്കൂല. പിൻപിലുള്ളത് പോയാലേ നമുക്ക് മുൻപിലുള്ളതിൽ എടുക്കാൻ വേണ്ടി സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അവ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചോളം വിശ്വാസത്തിന്റെ പരിശോധന ഉണ്ട്. ഇനി ഇതുമായുള്ള ബന്ധത്തിൽ ഇനി ഒരു കുടുംബം ആവുമെന്ന് നമ്മൾ കേട്ടല്ലോ. വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെയാണ് 1 by 1 ആയിട്ട് ആ കുടുംബത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ വളരുന്നത്. പുത്രത്വത്തിൽ വളരുക എന്ന് പറയും. ദൈവത്തിന്റെ പുത്രത്വത്തിൽ വളരുക. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ദൈവവുമായിട്ട് ഒരു കുടുംബമാകുകയാണ്. യേശു ദൈവപുത്രൻ നമ്മൾ വിശ്വസിക്കുന്നതിലൂടെ ആ ജീവൻ നമുക്ക് ലഭിക്കുകയാണ്. പിതാവിന്റെ ജീവൻ നമുക്ക് ലഭിക്കുകയാണ്. ഈ എങ്ങനെയാണ് ദൈവ കുടുംബത്തിൽ ദൈവവുമായി നാം ഒന്നാകുന്നത്? അതിൻ്റെ മോഡലാണ് മനസ്സിലാക്കേണ്ടത്. യേശുവും പിതാവും ഒന്നാകുന്നു. അതുപോലെ ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഉടനെ പറയും, ആ യേശുവാണ് പിതാവ്. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ സ്റ്റെപ്പ് വന്നില്ലേ? അല്ല, നമ്മൾക്ക് അങ്ങനെ വരച്ചു വെച്ചിരിക്കുക. അത് പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ അങ്ങനെ ചിന്തിക്കുള്ളൂ. അങ്ങനെ ചിന്തിക്കല്ലേ. യേശുവാണ് പിതാവ് അല്ല, ഇതൊരു പാറ്റേൺ ആണ്. ഇതുപോലെ നമ്മളും കൂടെ പിതാവുമായി യേശു എങ്ങനെ ഒന്നായിരിക്കുന്നു അതേപോലെ ഒന്നാകണം. യേശുവും പിതാവും ഒന്നാണ്. പക്ഷെ യേശുവും പിതാവും ഒരു വ്യക്തിയല്ല. യേശുവും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നാമും കൂടെ ആ പിതാവുമായി യേശുവിലൂടെ ഒന്നാകണം എന്നായി പറയുന്നത്. അത് വ്യക്തതയോടെ മനസ്സിലാക്കുക. അല്ലാണ്ട് യേശു അവിടെ പറഞ്ഞില്ല. യോഹന്നാൻ 14 കാര്യം പറയുന്നത്. യേശു അവിടെ, കാരണം ആത്മമണ്ഡലത്തെ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ തെറ്റിപ്പോകുന്നേ. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് തിരുവെഴുത്തുകളെ കുറിച്ചോ ദൈവശക്തിയെക്കുറിച്ചോ അറിയാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ 6 മുതൽ വായിച്ച്. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. ശ്രദ്ധിച്ചേ, ഈ ഒരു പാസേജ് പലർക്കും മനസ്സിലായിട്ടില്ല. ഇത് യേശുക്രിസ്തു പറയുന്ന ഞാനും പിതാവും ഒന്നത്രേ, ഒരാളെന്നല്ല പറഞ്ഞേ, ഒന്നത്രേ. ഞാൻ പറഞ്ഞ കറക്റ്റാണോ? ഒരാളെന്നാണെന്ന് പറഞ്ഞ ഒന്നാണെന്നാണോ പറഞ്ഞേ? ഒന്നാണ്. മനസ്സിലായി? ഒരാളെന്നാണ് പറഞ്ഞെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ശരിയാ. പക്ഷെ നമ്മൾ ഒന്നാണെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഒരാളാക്കരുത്. എന്നിട്ട് പറയാണ്, പിതാവ് എന്നിൽ വസിച്ച്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ രണ്ടാളാണെന്ന്? ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് പറയാണ്, പിതാവ് എന്നിൽ വസിച്ച് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പോ ഇത് എന്തിനാ നാം പഠിക്കണമെന്ന് അറിയാമോ? നമ്മൾ എങ്ങനെയാണ് ദൈവവുമായി ക്രിസ്തുവിലൂടെ ഒന്നായി തീർന്നെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇനി ഇവിടെ നമ്മൾ കേട്ടു, ഇതിൻ്റെ പല പല കാര്യങ്ങളും എടുത്ത് പറഞ്ഞാലേ പഠിപ്പിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ എന്നെ, അതായത് യേശു പറയാണ്, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും
ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പൊ പിതാവിന്റെ അടുക്കൽ എത്തുവാനുള്ള മുഖാന്തരം ആരാ? യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ തന്നെയാണ് പിതാവെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകേണ്ട ആവശ്യമുണ്ടോ? എന്നിലെത്തിയപ്പോൾ തന്നെ പിതാവിൽ എത്തിക്കഴിഞ്ഞു. അപ്പോ അങ്ങനെ ആളുകളെ പറ്റിക്കരുത് നമ്മൾ. ഹല്ലേലൂയ. അങ്ങനെ ആളുകളെ പറ്റിക്കരുത്. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലൂടെയാണ് നാം പിതാവിന്റെ അടുക്കൽ എത്തുന്നത്. ഹല്ലേലൂയ. അല്ലാണ്ട് യേശു അല്ല പിതാവ്. ശ്രദ്ധിക്കുക. എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആരെ അറിയത്തില്ല? യഥാർത്ഥത്തില് പിതാവിനെ അറിയത്തില്ല. എന്നെ അറിയില്ല, അതുകൊണ്ടാണ് പിതാവിനെ അറിയാത്തെ. എന്നെ അറിഞ്ഞെങ്കിൽ പിതാവിനെ അറിയും. ഞാൻ ദൈവപുത്രനാണെങ്കിൽ എന്നിലൂടെ ആര് വെളിപ്പെടും? പിതാവ് വെളിപ്പെടും. ഹല്ലേലൂയ. ഞാൻ ഇതാ ഒരു വീണുപോയ മനുഷ്യനാണെങ്കിൽ എന്നിലൂടെ ആര് വെളിപ്പെടും? നമ്മളെ കുറിച്ചൊക്കെ ചിന്തിച്ചാൽ മതി. വീണുപോയ മനുഷ്യനാണെങ്കിൽ എന്നിലൂടെ ആര് വെളിപ്പെടും? ഞാൻ തന്നെ വെളിപ്പെടും. ഞാൻ വെളിപ്പെടും. മനസ്സിലായില്ലേ? എന്നിലൂടെ ഞാൻ വെളിപ്പെടും. ഞാൻ ദൈവപുത്രനാണെങ്കിൽ എന്നിലൂടെ പിതാവ് വെളിപ്പെടും. ഞാൻ വീണുപോയ ഒരു മനുഷ്യനാണെങ്കിൽ എന്നിലൂടെ ഞാൻ വെളിപ്പെടും. ഹല്ലേലൂയ. വീണുപോയ മനുഷ്യരാണ് പറയേണ്ടത്. ഇനി ഞാനോ കുറയണം, അവനോ എന്നിൽ വളരണം. ഹല്ലേലൂയ. യേശു പെർഫെക്റ്റ് ദൈവപുത്രനാ ഈ വന്നേക്കണേ. ഒരു ദൈവപുത്രനും തന്നെ വെളിപ്പെടുത്തില്ല, തന്നിലൂടെ തന്റെ അപ്പനെ വെളിപ്പെടുത്തുക. ഈ തിരിച്ചറിവ് വേണം. ദൈവപുത്രന്മാർ അങ്ങനെയാണ്. ദൈവപുത്രന്മാർ മനുഷ്യരിൽ നിന്ന് ബഹുമാനവും വാങ്ങുന്നില്ല. കാരണം ബഹുമാനം അന്വേഷിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. തന്റെ ബഹുമാനം ആർക്കും വിട്ടുകൊടുക്കില്ല. ഹല്ലേലൂയ. ഇതുകൊണ്ട് ദൈവപുത്രൻ ആർക്കും ഇതൊന്നും നമുക്ക് നമ്മുടെ കണ്ണ് കുരുടായിരിക്കുക. ഇതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നം. ഹല്ലേലൂയ. ഈ വചന സത്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. യേശുക്രിസ്തു പറയുന്നില്ല ഞാൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നില്ല. കാരണം മഹത്വം അന്വേഷിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. എൻ്റെ അപ്പൻ തന്റെ മഹത്വം വേറെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. പിന്നെ നിങ്ങൾ എന്നെ ബഹുമാനിച്ചാലോ അതൊന്നും എനിക്ക് വീഴത്തില്ല, നേരെ പിതാവിന് പോകും. പുത്രനെ ബഹുമാനിക്കുന്നവൻ പിതാവിനെ ബഹുമാനിക്കുന്നത് ഒന്നും നിൽക്കില്ല അവിടെ. അപ്പൊ ഈ വചന സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ മനുഷ്യപുത്രൻ വീണുപോയ മനുഷ്യരുടെ ലെവലിൽ നിന്ന് ക്രിസ്തുവിന്റെ ലെവലിലേക്ക് മാറണം. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങൾ കുറേശ്ശെ മനസ്സിലാകും. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഈ ഒരു തലമേ നമുക്ക് പിടുത്തം കിട്ടില്ല. ഇത് തിരിച്ചറിയുക. നമ്മൾ അതിലേക്ക് വരും, ദൈവപുത്രന്റെ നേച്ചറിലേക്ക് വരും. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ ദൈവവുമായിട്ട് ഒന്നാകുക എന്ന ബന്ധം എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതാ, നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടുപിടിക്കുന്നു? ഞങ്ങൾ കാണുന്നില്ല, ഞങ്ങൾ നിന്നെ മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പൊ നമ്മളുടെ ജഡിക മനസ്സ് വെച്ച് നോക്കുമ്പോൾ യേശു പറഞ്ഞതനുസരിച്ച് യേശുവിനെ കണ്ടപ്പോൾ അത് പിതാവിനെ കണ്ടതിന് തുല്യമായി എന്ന് നമുക്ക് മനസ്സിലാകുന്നേ. അപ്പോ ഇതാ താഴേക്ക് വരുമ്പോ ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. താഴേക്ക് യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസ്. അപ്പൊ കൺഫേം ആയി യേശു തന്നെയാണ് പിതാവെന്ന് ജനത്തിന് കൺഫേം ആയി. മനസ്സിലായി? ഞാൻ ഇത്ര കാലം നിന്നോടുകൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ എന്ന് ചോദിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഇവർക്ക് ഈ ജഡവും ആത്മാവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിവില്ലാത്തത് കൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഇനി തുടർന്ന് യേശുക്രിസ്തു വീണ്ടും എന്താ പറയണേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? നീ പിന്നെ പിതാവിനെ കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഒന്നും കൂടെ ഇവർക്ക് ഉറപ്പായി, യേശു തന്നെയാണ് പിതാവെന്ന് ഉറപ്പായി. ഇത് കേട്ടപ്പോ, കാരണം ഇതൊക്കെ ഏത് മനസ്സിലായി കാണുന്ന മുഴുവൻ? യേശുവിൻ്റെ മനസ്സിലല്ല ഈ കാണുന്നത് മുഴുവൻ, ജഡ മനസ്സിലാണ് ഈ കാണുന്നത് മുഴുവൻ. അതായത് വീണുപോയ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ, ഈ കേട്ട് കഴിഞ്ഞാൽ അവർ തെറ്റിദ്ധരിക്കപ്പെടുകയുള്ളൂ. വീണുപോയ മനുഷ്യനിലല്ല, ഒരു ദൈവപുത്രന്റെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതൊന്ന് വായിച്ചു നോക്കാൻ. എങ്കിൽ നമുക്ക് മനസ്സിലാകും. അല്ല, നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടി, നമ്മൾ പറഞ്ഞ തെറ്റ് ശരിയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത് വായിക്കുന്നതെങ്കിൽ നമ്മൾ തെറ്റിപ്പോവുക തന്നെ ചെയ്യും. നമ്മൾ ഒരിക്കലും ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ നേച്ചറിലേക്ക് വരത്തുമില്ല. ഇതൊരു ദൈവപുത്രൻ നേച്ചറാ. ഒരു ദൈവപുത്രനെ കണ്ടാൽ
അവൻ അവൻ്റെ അപ്പനെ കാണണം. ഇതാണ് ആ ദൈവപുത്രനെ നേച്ചർ. ക്രിസ്തുവെ കണ്ടാൽ ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള ഉറപ്പാണല്ലോ അല്ലേ? അപ്പോ ക്രിസ്തു പിശാചുക്കൾ പോലും പറയുന്നു യേശു ആരാണ്? ദൈവപുത്രനാണ്. അങ്ങനെ യേശു ദൈവപുത്രനാണെങ്കിൽ ആ ദൈവപുത്രന്റെ സ്വഭാവം, നേച്ചറാണ് തന്നിലൂടെ തന്നെ അപ്പനെ വെളിപ്പെടുത്തുക. അപ്പൻ ആരാണ്? ആത്മാവാണോ ജഡമാണോ? ആത്മാവാ. കാണാൻ പറ്റുമോ മനുഷ്യർക്ക്? അപ്പോ ആരിലൂടെ അത് വെളിപ്പെടും? പുത്രനിലൂടെ വെളിപ്പെടും. ഇതുകൊണ്ട് പറഞ്ഞു, എന്നെ കണ്ടവൻ ആത്മാവാകുന്ന എൻ്റെ അപ്പനെ കണ്ടിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് ഞാൻ അപ്പനായതുകൊണ്ടല്ല. ഹല്ലേലൂയ. എന്നെ കണ്ടാൽ എൻ്റെ അപ്പനെ കാണാൻ പറ്റും. പക്ഷെ അപ്പോഴും ശിഷ്യന്മാർക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം അവരുടെ കാഴ്ച എന്തുവാ? ജഡികമായ നമ്മളെപ്പോലെയുള്ള കാഴ്ചയാണ് അവരുടെ. അവർ പറയുന്നത് ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തന്നാൽ മതി. അപ്പൊ യേശു പറയുന്നു, ആത്മാവാകുന്ന പിതാവിനെ ആർക്കും കാണാൻ പറ്റില്ല. പക്ഷെ എന്നെ കണ്ടാൽ എന്നിലൂടെ പ്രവർത്തിക്കുന്നത്, എന്നിലൂടെ സംസാരിക്കുന്നത്, എന്നിലൂടെ നടക്കുന്നത് ഇതൊക്കെ ആരാ? എൻ്റെ പിതാവാ. മനസ്സിലായോ? പിതാവ് എൻ്റെ ഉള്ളിൽ വസിച്ചിട്ടാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നേ. വളരെ വ്യക്തതയോടെ യേശു പറയുന്നതിന്റെ 10-ാം വാക്യം, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. സ്വയം യേശു പറയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല. സ്വയം. അത് ആരുടെ സ്വയമാണത്? ക്രിസ്തുവിന്റെ, ദൈവപുത്രന്റെ സ്വയമാണ്. സ്വയമായിട്ടല്ല സംസാരിക്കുന്നേ. അതാണ് യേശു എന്ന ഞാൻ. എന്നിട്ട് പറയാണ്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട്. പിതാവ് ഈ എന്നിൽ വസിച്ചുകൊണ്ട്. അപ്പൊ ഞാൻ വേറെ, പിതാവ് വേറെ. പിടുത്തം കിട്ടിയ? ഞാൻ വേറെ, പിതാവ് വേറെ. ഞാൻ എന്ന് പറയുന്നത് ഇപ്പൊ ജഡത്തിൽ നിൽക്കുന്ന ഒരാളാ. പിതാവ് എൻ്റെ ഉള്ളിൽ ആത്മാവിൽ വസിക്കുന്ന ആളാ. മനസ്സിലായോ? ആത്മാവാകുന്ന പിതാവ് എൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് എൻ്റെ ജഡത്തിലൂടെ പ്രവർത്തിക്കുന്നു. നിനക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. സാധാരണ ഇത് കാണിക്കുമ്പോൾ ഒരു ഇത് പറഞ്ഞു കൊടുക്കാൻ നേരത്തെ, കാരണം ഈ ആത്മാവെന്നൊക്കെ പറഞ്ഞാൽ ജനത്തിന് ഇത് മനസ്സിലാകത്തില്ല. എന്ത് കാണാൻ പറ്റുന്നില്ലല്ലോ. കാറ്റ് കണ്ടോ നിങ്ങൾ? ഞാൻ ഊതിയായിരുന്നു, കണ്ടില്ലേ? എന്തോ ഇത് കാണണമായിരുന്നു. ഇതുപോലെ ആത്മാവെന്ന് പറഞ്ഞാൽ ജനത്തിന് മനസ്സിലാകത്തില്ല. ആത്മാവ്, ഇത് ദൈവത്തെ കർത്താവിന്റെ വചനം പറയുന്നത്, കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നോ എങ്ങോട്ടേക്കോ പോകുന്നുവെന്നോ അതുപോലെയാണ് ആത്മാവാൽ ജനിച്ചവൻ. അവന്റെ ചിന്തകൾ അടുത്ത എന്താ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ദൈവമാണ് അവനെ ചലിപ്പിക്കുന്നത്. അപ്പോ ഇവിടെ 2 വ്യക്തിത്വങ്ങളുണ്ട് അവിടെ. നിങ്ങൾക്ക് കാണാം. ഒന്ന്, വചനം ജഡമായി തീർന്ന ക്രിസ്തു, അതാണ് ദൈവപുത്രൻ. ഹല്ലേലൂയ. ആ യേശുവിന്റെ ജഡത്തിലൂടെ വെളിപ്പെടുന്ന സ്വർഗത്തിലെ അത്യുന്നതനായ പിതാവ്, ആത്മാവാകുന്ന ദൈവം. ഈ 2 വ്യക്തിത്വങ്ങൾ അവിടെയുണ്ട്. ദൈവം ആത്മാവാ. വെളിപ്പെടണമെങ്കിൽ എന്തു വേണം? ഒരു ജഡം വേണം, ശരീരം വേണം. നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഏതെങ്കിലും പ്രയർ നടക്കുന്ന സമയത്തൊക്കെ ഭൂതോളകൻ നടണ്ട, അതിന് പല പല പേരും പറയും. ഇല്ലേ? അത് വെളിപ്പെടാൻ ഒരു ശരീരം വേണ്ടേ? ഇല്ലേ? കാരണം ഭൂതം ആത്മാവാ. ഹല്ലേലൂയ. ഇതേപോലെ ദൈവം ആത്മാവാ. ആ ദൈവം എല്ലാ ദൈവപുത്രന്മാരുടെ, ക്രിസ്തു എന്ന ദൈവപുത്രനോട് വെളിപ്പെടും. ഇതേപോലെ എല്ലാ ദൈവപുത്രന്മാരുടെയും ദൈവം വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവപുത്രന്മാരെന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയങ്ങളാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മന്ദിരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോ ഈ ദൈവം നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ ആ ദൈവം നിങ്ങളിലൂടെ വെളിപ്പെടും. നിങ്ങളെ കാണുന്നവൻ യഥാർത്ഥത്തിൽ നിങ്ങൾ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ആരെ കാണും? ദൈവത്തെ കാണും. മനസ്സിലായോ? സത്യസന്ധമായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങളെ കാണുന്നവൻ ദൈവത്തെ കാണും. സത്യസന്ധം അല്ല എങ്കിൽ നിങ്ങളെ കാണുന്നവൻ നിങ്ങളെ തന്നെ കാണുകയുള്ളൂ. മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനെ ഒന്നും എടുക്കണ്ട. ഫേസ്ബുക്ക് എൻ്റെ പ്രൊഫൈൽ ഞാൻ മറ്റേ കണ്ട നിങ്ങൾ സത്യസന്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നിന്റെ പ്രവൃത്തിയിലൂടെ, നിന്റെ വാക്കുകളിലൂടെ, നിന്റെ പ്രവൃത്തിയിലൂടെ, നിന്റെ നോട്ടത്തിലൂടെ, നിന്റെ ചിന്തയിലൂടെ. ഒരു സ്ഥലത്തും ഫേസ് നിന്നിട്ടല്ല കാണിക്കുന്ന ആരെയാണെന്നറിയാമോ? ദൈവത്തെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഒരാൾ മസ്കി അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കൂളിപ്പൊക്കി പറയത്തില്ല.
കാരണം നീ വെളിപ്പെടുന്ന ദൈവത്തെയാ. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ഇതാ ഒരു ജോലി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുറച്ച് പൈസ കിട്ടാൻ വേണ്ടി, ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരെ പൊക്കി പറയും, അവരെ താത്തി പറയും ഒക്കെ. അതാ മനുഷ്യനെ വെളിപ്പെടുത്തുക, അവൻ്റെ ഉള്ളിലെ തിന്മ, അവളുടെ ഉള്ളിലെ തിന്മയെ വെളിപ്പെടുത്തുകയാണ്. ദൈവപുത്രൻ അങ്ങനെയല്ല. മനുഷ്യരുടെ മുഖം നോക്കുന്നില്ല. കാരണം ദൈവമാണ് ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ ഫേസ്ബുക്കാ. മനസ്സിലായോ? ദൈവത്തിന്റെ ഫേസ്ബുക്ക്. ദൈവത്തെ ആ വ്യക്തിയിലൂടെ കാണുവാൻ കഴിയും. ക്രിസ്തു ദൈവത്തിന്റെ ഫേസ്ബുക്കാ. ഹല്ലേലൂയ. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞത് ഇന്നത്തെ തലമായിട്ട് കമ്പയർ ചെയ്ത് പറയുക. ഹല്ലേലൂയ. ക്രിസ്തുവെ കാണുന്നവൻ ദൈവത്തെ കാണും, പിതാവിനെ. ആത്മാവാകുന്ന അദൃശ്യനായ ദൈവത്തെ ക്രിസ്തുവെ കാണുന്നവൻ കാണും. മോളെ ഇത് പറയുമ്പോൾ നമ്മൾ നോക്കട്ടെ, എന്നെ കാണുന്നവൻ ആരെ കാണുന്നു? എന്നെ കാണുന്നവൻ എന്നെ തന്നെ കാണുന്നു. പിന്നെ കുറച്ചുകൂടി ശ്രദ്ധിച്ചു നോക്കിയാൽ എൻ്റെ പുറകിലുള്ള CSI കാണുന്നു, പിന്നെ IPCയെ കാണുന്നു, പിന്നെ AGയെ കാണുന്നു, കത്തോലിക്കനെ കാണുന്നു, ഇല്ലേ? എന്നെ കാണുന്നതൊക്കെ കാണുന്നത് അങ്ങനെയാണോ? അതോ എന്നെ കാണുന്നവൻ സ്വർഗസ്ഥ പിതാവിനെ കാണുന്നുണ്ടോ? ക്രിസ്തു എങ്ങനെയോ അതേപോലെ ആകാനാണ് നമ്മളെ മുൻനിയമിച്ചിരിക്കണേ. മനസ്സിലായോ? ക്രിസ്തു എന്താണോ അതുപോലെ ആയിത്തീരണം. ക്രിസ്തു അത്യുന്നതനായ ദൈവമാണോ? മോനെ കുഞ്ഞെ നീ പെട്ട്. കാരണം നീ അടുത്ത അത്യുന്നതനായ ദൈവം നീയാണ്. പോയി അവരുടെ പിശാച് വീണ കുഴിയിലേക്ക് നീയും വീഴും. കാരണം നമ്മളെ ആരോട് പോലെ ആകാനാ മുൻനിയമിച്ചേക്കണെന്ന് അറിയോ നിങ്ങൾക്ക്? ആരെ പോലെ ആകാനാ മുൻനിയമിച്ചേക്കണേ? ദൈവത്തെ പോലെ, ദൈവപുത്രനെ പോലെ ആകാൻ അല്ലേ? അപ്പോ ദൈവപുത്രൻ അത്യുന്നതനായ ദൈവമാണെങ്കിൽ ചോദിക്കുന്ന ചോദ്യം, നിങ്ങളെ ശ്രദ്ധിക്ക്, ദൈവത്തെ പോലെ ആകാൻ മുൻ നിയമിച്ചിരിക്കുകയാണല്ലോ, അതോ ദൈവപുത്രനെ പോലെ ആകാൻ മുൻ നിയമിച്ചിരിക്കണോ? ദൈവപുത്രനെ പോലെ ആകാൻ മുൻ നിയമിച്ചിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ ദൈവപുത്രനാണ് അത്യുന്നതനായ ദൈവമെങ്കിൽ നിങ്ങൾ ആ മുൻ നിയമനം പൂർണ്ണമായാൽ നിങ്ങൾ ആരായി? അടുത്ത അത്യുന്നതനായ ദൈവമായി. യേശുക്രിസ്തു അത്യുന്നതനായ ദൈവമാണെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടെ, നിങ്ങൾ ആ യേശുവിനെ പോലെ ആകാൻ മുൻ നിയമിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പഠനം പൂർത്തിയായി അവിടെ എത്തിയാൽ നിങ്ങൾ ആരായി? അത്യുന്നതനായ അടുത്ത ദൈവമായി. മനസ്സിലായോ? ഹല്ലേലൂയ. ഇന്ന് ആളുകൾ പഠിപ്പിക്കുന്ന എറർ അവർക്ക് അറിയാൻ പാടില്ല എന്നിട്ട് അവർ കുഴിച്ച കുഴിയിൽ തന്നെ അവർ വീണ് കിടക്കുക. റോമ 8:29 വളരെ വ്യക്തതയോടെ പറഞ്ഞിരിക്കുകയാണ് യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ അനേക പുത്രന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. എടുത്തേക്കൊന്ന് വായിച്ചേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് 29-28 വായിച്ചു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ, ദൈവം അതായത് സ്വർഗസ്ഥ പിതാവ് മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. അപ്പൊ ക്രിസ്തുവിന് അനേക സഹോദരന്മാരുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. മനസ്സിലായോ? അനേക സഹോദരന്മാരുണ്ട്. അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്, ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചു. അപ്പോയിന്റ്മെന്റ് ഓർഡർ കൈ തന്നിരിക്കുന്നു അശോകിന്. ക്രിസ്തുവിന് സമനായി മാറാൻ, അനുരൂപമായി തീരാൻ. മനസ്സിലായോ? ക്രിസ്തുവിന് അനുരൂപമായി തീരാൻ. അപ്പൊ ക്രിസ്തു അത്യുന്നതനായ ദൈവമാണ്, ദൈവപുത്രനല്ല, അത്യുന്നതനായ ദൈവമാണ് എങ്കിൽ നിന്റെ പഠനം പൂർത്തിയായി കഴിയുമ്പോൾ നീ ആരാകും? നിങ്ങളും അത്യുന്നതനായ ദൈവമാകും. അപ്പൊ എത്ര അത്യുന്നതനായ ദൈവമെത്തി? ഇഷ്ടംമാരെ അത്യുന്നതനായ ദൈവമെത്തി. ഈ ബോഷത്വമൊക്കെ പഠിപ്പിച്ചു വിടരുത്. മനസ്സിലായോ? യേശു ക്രിസ്തു അത്യുന്നതനായ ദൈവമല്ല, അത്യുന്നതനായ ദൈവത്തിന്റെ മകനാണ്, പുത്രനാണ്. നമ്മൾ യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുമ്പോൾ നമ്മൾ ആരായി തീരുന്നറിയാമോ? ദൈവപുത്രന്മാരായി തീരും, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി മാറും. ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക. അല്ലാണ്ട് ബോഷത്തരം പൊട്ടത്തരം അല്ല വിശ്വസിച്ചുകൊണ്ട് പോകണ്ടേ, യാഥാർത്ഥ്യം വിശ്വസിക്കുക. ഇതുകൊണ്ടാണ് യേശു പറയുന്നത്, യേശു നമ്മളെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. ഹല്ലേലൂയ. യേശു നമ്മളെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. കാരണം നമ്മൾ അതേ സെയിം കാറ്റഗറി ആയിട്ട് നമ്മളെ വിളിച്ചിരിക്കുക. ദൈവത്തിന്റെ സെയിം കാറ്റഗറി ആയിട്ട് നമ്മളെ വിളിച്ചേക്കണം. മനുഷ്യന്റെ കാറ്റഗറിയിൽ നിന്ന് നമ്മളെ ദൈവത്തിന്റെ കുടുംബത്തിലേക്കാണ് വിളിച്ചേക്കണേ. ഇതല്ലേ ഉടമ്പടി, ഫേം കവണന്റ് എന്ന് പറയുന്നത്. നമ്മളെ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക്
വിളിച്ചിരിക്കുക. എവിടെ നിന്ന്? മനുഷ്യന്റെ കുടുംബത്തിൽ നിന്ന് ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അതല്ല, അത് ആരിലൂടെയാണ്? യേശു ക്രിസ്തുവിലൂടെയാണ്. ഇതാണ് യോഹന്നാൻ 1:12 പറയുന്നത്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ. അപ്പൊ ആരുടെ മക്കളായി മാറും? ഈ ഭൂമിയിൽ ജനിച്ച ആരുടെ മക്കളായിട്ടാ? മനുഷ്യ മക്കളായിട്ട്. യേശുവിനെ വിശ്വസിക്കുമ്പോൾ ആരുടെ മക്കളാകാനുള്ള അധികാരം കിട്ടി? അപ്പൊ കാറ്റഗറി മാറുമല്ലേ? ഹ്യൂമൻ കാറ്റഗറി ടു ഗോഡ് കാറ്റഗറിയിലേക്ക് മാറുമല്ലേ? മനുഷ്യന്റെ കാറ്റഗറിയിൽ നിന്ന് ദൈവത്തിന്റെ കാറ്റഗറിയിലേക്ക് മാറുമല്ലേ? ഇതല്ലേ ദൈവവചനം പറഞ്ഞ കാൺമീൻ. എത്ര ചെറിയ സ്നേഹമല്ല, എത്ര വലിയ സ്നേഹമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ, മനുഷ്യ മക്കൾ ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ. പിതാവ് നൽകിയത് ഈ സ്നേഹം, പിതാവ് ഈ സ്നേഹം നൽകിയത്. ആ പിതാവിനെ മാറ്റിയിട്ടിട്ട് അങ്ങ് പോകുന്ന പരിപാടി ബിബ്ലിക്കലല്ലെന്ന് ഞാൻ ഈ പറയുന്ന അർത്ഥം. മനസ്സിലാവുന്നുണ്ട്? അപ്പനെ മാറ്റിയിട്ടിട്ട് പോകുന്ന ഒരു പരിപാടി ഇന്ന് പല ചർച്ചകളിലും അപ്പനേ ഇല്ല, മോൻ മാത്രമേ ഉള്ളൂ. അത് ബൈബിളിലെ മോനല്ല, അത് മറ്റൊരു ക്രിസ്തുവാ. അപ്പനെ ഒഴിവാക്കിയിട്ട് ഈ മോൻ വരില്ല. മനസ്സിലായോ? ഹല്ലേലൂയ. ചില ചർച്ചകളിൽ അങ്ങനെയല്ല. 4 പാട്ടുണ്ടെങ്കിൽ 3 എണ്ണം മോന്, ഒരെണ്ണം അപ്പന് കിട്ടിയാലായി. ചിലപ്പോൾ അപ്പന് ഇല്ല അതിനത്. ഇതേ കണക്കായി. അതായത് അപ്പൻ ഓരോ ദിവസം പുറത്ത്. ഇത് പല വീടുകളിലും കാണാം. അപ്പൻ കറിവേപ്പില പോലെ തേടിയിരിക്കണാണ്. അതേപോലെയാണ് ഇന്ന് ക്രിസ്തീയ സഭകളിൽ. അങ്ങനെയല്ല ദൈവരാജ്യം. ദൈവരാജ്യം ദൈവത്തെ സെൻട്രലൈസ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ സ്വർഗീയ പിതാവിനെ സെൻട്രലൈസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സ്വർഗീയ പിതാവ് സകലതും പ്രവർത്തിക്കുന്നത് തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെയാണ്. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പുറപ്പാട് 25:8 പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കേണ്ടതിനല്ല, ഞാൻ നിങ്ങളുടെ മധ്യേ വസിക്കേണ്ടതിന്. അല്ലാണ്ട് അവിടെ ഇവിടെയല്ല എൻ്റെ സ്ഥാനം. ഞാൻ നിങ്ങളുടെ മധ്യേ, ഞാനാണ് നിങ്ങളുടെ ഹെഡ്. ദൈവങ്ങളെന്ന് പറയുന്നവർ അനേകരുണ്ട്. പക്ഷേ അവരുടെയൊക്കെ നടുവിൽ ഏകസത്യദൈവമായ ഒരേ ഒരു ദൈവമേ ഉള്ളൂ. യേശു ക്രിസ്തു ഏകസത്യ ദൈവം എന്ന് പറയുന്ന സ്വർഗസ്ഥ പിതാവ്. ഒരു കോമ്പറ്റീഷനിൽ ഞാൻ ചില ദേവദാസം വരുന്ന വെള്ളം കുടിക്കണുണ്ടായിരുന്നു. ദൈവം എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ എന്തുവാ? അവർക്ക് ഡെഫിനിഷൻ പറയാൻ അറിഞ്ഞുകൂടാ. എങ്ങനെ ഡെഫിനിഷൻ പറഞ്ഞാലും മറ്റവൻ കയറി പിടിക്കും. കാരണം ദൈവങ്ങളെന്ന് പറയുന്ന അനേകർ ബൈബിളിലുണ്ടല്ലോ. ഡെഫിനിഷൻ പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞ ഡെഫിനിഷൻ സിമ്പിളാ. ദൈവത്തിന്റെ ഡെഫിനിഷൻ സിമ്പിളാ. ദൈവത്തിന്റെ ഡെഫിനിഷൻ തനിക്ക് മുകളിൽ മറ്റൊരു ദൈവമില്ലാത്ത സകല സൃഷ്ടിപ്പിനും കാരണഭൂതനായ ദൈവമാണ് യഥാർത്ഥ ദൈവം. ആ ദൈവത്തെയാണ് യേശു ക്രിസ്തു ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ എന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. സിമ്പിളാ. ദൈവങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ ഈ ദൈവങ്ങളുടെയൊക്കെ മുകളിൽ ഒരു ദൈവമുണ്ട്, അത്യുന്നതനായ ദൈവം, സകലത്തിനും കാരണഭൂതനായ ദൈവം. തനിക്ക് മുകളിൽ മറ്റൊരു ദൈവമില്ലാത്ത ദൈവമാണ് യഥാർത്ഥ ഏറ്റവും ടോപ്പിലുള്ള ദൈവം. ദൈവം എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയാണ്. തിയോസ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറിയാണ്. ആ കാറ്റഗറിയിലേക്കാണ് നമ്മളെയും വിളിച്ചിരിക്കുന്നത്. ഇൻവിറ്റേഷൻ. മനസ്സിലായോ? ദൈവം മക്കളുടെ എല്ലാ ദൈവമക്കളെയും ദൈവങ്ങളെന്നാണ് വിളിക്കണേ. അത്യുന്നതനായ ദൈവത്തെയും ദൈവം എന്ന് തന്നെയാണ് വിളിക്കണേ. ഹല്ലേലൂയ. തിയോസ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇതാ ഗ്രീക്ക് ഭാഷയിൽ തിയോസ് എന്ന്, എബ്രായ ഭാഷയിൽ എലോഹീം എന്നും പറയുന്നത് ഇതാ ദൈവം എന്നുള്ള വാക്കാണ്. അത് ദൈവപുത്രന്മാർക്കും അത് തന്നെയാണ് വേട്, അത്യുന്നതനായ ദൈവത്തിന് അത് തന്നെയാണ് വേട്. പക്ഷെ എല്ലാ ദൈവങ്ങളുടെ മുകളിൽ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവങ്ങളുടെ മുകളിലുള്ള ദൈവം അതാണ് യഹോവയാം ദൈവം, യേശു ക്രിസ്തുവിന്റെ പിതാവ്. ഇത് മറന്നു പോകരുത്. വ്യക്തതയോടെ നമ്മൾ നോട്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കുക. ആരാണ് ദൈവം? ബൈബിൾ പറയുന്നുണ്ട്, ദൈവമേ നിന്റെ ദൈവം, നിന്റെ ദൈവം, ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി. അപ്പൊ എത്ര ദൈവമായി? 2 ദൈവം കാണാം. പക്ഷെ ഒരു ദൈവത്തിന്റെ മുകളിൽ വേറൊരു ദൈവത്തെ കാണാൻ കഴിയും. ഒരു ദൈവത്തിന്റെ മുകളിൽ വേറൊരു ദൈവത്തെ കാണാൻ കഴിയും. പക്ഷെ ആ ദൈവത്തിന്റെ മുകളിൽ പിന്നൊരു ദൈവത്തെ കാണാൻ പറ്റൂല. മനസ്സിലായോ? ആ ദൈവത്തിന്റെ മുകളിൽ വേറെ ദൈവം ഇല്ല. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇതാ തനിക്ക് മുകളിൽ മറ്റൊരു ദൈവമില്ലാത്ത ദൈവമാണ് അത്യുന്നതനായ ദൈവം, ഏക സത്യ ദൈവം. ആ ദൈവമാണ് സകല സൃഷ്ടിപ്പിനും കാരണഭൂതൻ. ഹല്ലേലൂയ. യേശുക്രിസ്തു ആരാന്നറിയാമോ? സകല സൃഷ്ടിപ്പിനും മുഖാന്തരം. ഹല്ലേലൂയ. ഒരു കുടുംബ ജീവിതം എടുത്താൽ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്. ദൈവം ഭൂമിയിൽ കാരണഭൂതനായി വെച്ചിരിക്കുന്നത് ഭർത്താവിനെയാണ്, മുഖാന്തരമായി വെച്ചിരിക്കുന്നത് ഭാര്യയാണ്. ഭർത്താവ് ഭാര്യ മുഖാന്തരം കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നു. സ്വർഗസ്ഥ പിതാവ് ക്രിസ്തു മുഖാന്തരം സകലത്തെ സൃഷ്ടിക്കുന്നു. ഹല്ലേലൂയ.
സ്വർഗീയ കുടുംബത്തെക്കുറിച്ച് അറിയാതെ, ആത്മമണ്ഡലത്തെക്കുറിച്ച് എട്ടും പൊട്ടും അറിയാതെ ഡോക്ടറിനുണ്ടാക്കി അവസാനം അനേകരത് തെറ്റിക്കുവാനായിട്ട് ഇടയായി. ദൈവത്തിന്റെ വചനം യൂദയുടെ ലേഖനത്തിലാണോ പത്രോസ് ലേഖനത്തിലാണോ ഇങ്ങനെ പറയുന്നു, ഇതാ ഇവർ സ്വാഭാവിക ബുദ്ധിയാ ഗ്രഹിക്കുന്നത് മാത്രം ഗ്രഹിക്കുന്നു, ബാക്കിയെല്ലാം അവർ തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് നശിക്കാൻ പിറന്നവരാണ് അവർ, നശിക്കാൻ പിറന്നവർ. അങ്ങനെയല്ല, അറിയാവുന്ന വ്യക്തതയോടെ പറയുക, ദൈവം ഒന്നേ ഉള്ളൂ, അത്യുന്നതനായ ദൈവം ഒരേ ഒരാളെ ഉള്ളൂ. കാര്യം വ്യക്തമായിട്ട് പറയുക, ആ ദൈവത്തിലേക്ക് ക്രിസ്തുവിലൂടെ നമ്മളെ ഒന്നാക്കി മാറ്റുകയാണ്. നമ്മളെ ക്രിസ്ത്യാനുരൂപന്മാരാക്കി, ദൈവപുത്രന്മാരാക്കി തൻ്റെ കുടുംബത്തിൽ ഒന്നാക്കുകയാണ്. അവസാനം നമ്മൾ ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളാകുക മാത്രമല്ല, ക്രിസ്തുവിൻ്റെ സ്ഥാനം ക്രിസ്തുവിന് നഷ്ടപ്പെടുകയും ക്രിസ്തുവിൻ്റെ അവകാശം കൂട്ടവകാശമായി തീരുകയും ചെയ്യും. ഇതും കൂടി തിരിച്ചറിയണം. ക്രിസ്തുവിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഏകജാത സ്ഥാനമാണ്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ജോർജ് കേൾക്കുന്നുണ്ടോ? തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ഏത് ജാതന? ഏകജാതൻ. ഏകജാതൻ എന്ന് പറയുന്നത് എപ്പോഴാ? ഒരു അപ്പന് 10 മക്കളുള്ളപ്പോഴാണോ? പിന്നെ ഒരാളുള്ളപ്പോഴാണ് ഏകജാതൻ എന്ന് പറയുള്ളൂ. പക്ഷേ തന്നപ്പോൾ ഏകജാതനായിരുന്നു. യേശുവിനെ തന്നപ്പോൾ ഏകജാതനായിരുന്നു. യേശു പോയപ്പോൾ യേശുവിന് ഏകജാത സ്ഥാനം നഷ്ടപ്പെട്ട് ആദ്യജാതനായി. അതാണിപ്പോൾ വായിച്ച റോമ 8:29. തൻ്റെ പുത്രൻ ഏത്? ഏകജാതൻ, അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന്. അടുത്തൊരു മോൻ ജനിച്ചാൽ ഏകജാത സ്ഥാനം പോയി, ആദ്യജാതനായി. 8:29 വായിച്ചേ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. അപ്പൊ ആകേണ്ടതിന്, മനസ്സിലായി? ആകേണ്ടതിന്. അപ്പൊ നേരത്തെ ഏകജാതനായിരുന്നു, ഈ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ മുൻ നിയമനമാ. അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ ഈ നിയമനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഹല്ലേലൂയ. നിയമനത്തിൽ എത്തിച്ചേരണം. അങ്ങനെ നമ്മൾ ഈ നിയമനത്തിലേക്ക് എത്തിച്ചേർന്നാൽ നമുക്ക് യേശുക്രിസ്തുവിന്റെ അവകാശത്തിന്റെ പങ്കാളിത്തം കൂടി ലഭിക്കും. അതാണ് 8:17 പറയുന്നത്. 8:17. അപ്പൊ നമ്മൾ തെറ്റായി കയറി വിശ്വസിച്ചാൽ ഇതൊന്നും ചർച്ച പറയാൻ പറ്റൂല. നാം മക്കളെങ്കിലോ അവകാശികളുമാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ക്രിസ്തുവിന്റെ അവകാശികളല്ല, ക്രിസ്തുവാണ് അത്യുന്നതനായ അപ്പനെങ്കിൽ ക്രിസ്തുവിന്റെ അവകാശികളായനെ. ക്രിസ്തുവിന്റെ അവകാശികളല്ല, അത്യുന്നതനായ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവോട് കൂട്ടവകാശികളും. ഇതെങ്ങനെയെങ്കിലും നിങ്ങളുടെ കണ്ടെന്നും തുറന്നെങ്കിൽ ക്രിസ്തുവോട് കൂട്ടവകാശികളും. അപ്പൊ ക്രിസ്തുവിന് അവകാശം ഉള്ളതുപോലെ എനിക്കും അവകാശമുള്ളവനായി. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാ പറയുന്നത്, ഇത്ര ചെറിയ സ്നേഹമല്ല, ഇത്ര വലിയ സ്നേഹമാണ് പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. നാം ദൈവ മക്കളെന്ന്, ക്രിസ്തുവിന്റെ സഹോദരങ്ങളെന്ന് വിളിക്കപ്പെടാൻ. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഹല്ലേലൂയ. ചിലർക്കത് കേട്ടിട്ട് അതിശയം വരുന്നത് കൊണ്ട്, അതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്നത് ക്രിസ്തു നമ്മളെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. എബ്രായർ അങ്ങനെ 2:10-11 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് ക്രിസ്തു നമ്മളെ വിളിക്കുന്നത്. അതിന്റെ 11 വായിക്കുക. ക്രിസ്തു നമ്മളെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. വിശുദ്ധീകരിക്കുന്നവൻ ക്രിസ്തു, വിശുദ്ധീകരിക്കപ്പെടുന്നവർ നമ്മൾ. നമുക്ക് രണ്ടുപേർക്കും പിതാവ് ഒരുവനല്ലോ. പിതാവ് ഒരാളാണ്. ക്രിസ്തുവിനും നമുക്കും അപ്പൻ ഒന്നാണ്. പിതാവ് അത് ഹേതുവായി. ഇത് കാരണം, അപ്പൻ ഒന്നായത് കാരണം അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. ക്രിസ്തു നമ്മളെ ആരെന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല? സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. ഇവിടെ കണ്ടക്ട് ചെയ്ത യേശുദാസന്മാർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ എന്ന് പറയുമ്പോൾ ചിലർക്ക് അതിശയോ, മൂത്ത ജ്യേഷ്ഠനോ യേശുവോ? ഹല്ലേലൂയ. സഹോദരന്മാർ എന്ന് അവർ വിശ്വസിച്ചത് കൊണ്ടാണ്, യേശു പറഞ്ഞത് വിശ്വസിച്ചത് കൊണ്ടാണ് അവരെങ്ങനെ പറയുന്നേ. ഹല്ലേലൂയ. ക്രിസ്തു നമ്മളെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. പക്ഷെ നമുക്ക് തിരിച്ചു വിളിക്കാനോ ലജ്ജല്ലേ? ഇതാ പ്രശ്നം. കാരണം നമ്മൾ വിശ്വസിച്ചിട്ടില്ല.
നമ്മൾ വിശ്വസിച്ചിട്ടില്ല. ക്രിസ്തു നമ്മൾ പൗലോസ് പറയാണ്, പൗലോസ് ഇത് മനസ്സിലായപ്പോഴാണ് പറയുന്നത്, ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. ഹെബ്രായ ലേഖന കർത്താവ് ഇത് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ അദ്ദേഹം പറയുന്നേ, ഇതാ ക്രിസ്തു നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. എന്താ കാരണം സഹോദരന്മാരെന്ന് വിളിക്കുന്നേ? എല്ലാം ഒരുവനല്ലോ പിതാവ്. എന്താ കാരണം? നാടൻ ഭാഷ എന്ന് പറ. എന്താണ് കാരണം സഹോദരന്മാർ വിളിക്കണേ? അവര് അപ്പനൊന്നാന്ന്, അപ്പനൊന്നായത് കൊണ്ടാണ് സഹോദരന്മാരെന്ന് വിളിക്കണേന്ന്. നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഇതാ പശുവോ കാള എന്തെങ്കിലും ഉണ്ടാവും അല്ലേ, സാധാരണ ഇറങ്ങുമോ അല്ലേ? നിങ്ങൾ എന്തെങ്കിലും ഇറങ്ങി വന്നപ്പോ അതിന്റെ തലയിൽ തലവിട്ടിട്ട് ബ്രദറെന്ന് വിളിച്ചിട്ടുണ്ടോ? ബ്രദറെന്ന് വിളിച്ചിട്ടില്ലല്ലോ. എന്താ ബ്രദറെന്ന് വിളിക്കാതെ? അപ്പൻ വേറെ, കാറ്റഗറി വേറെയാ, കാറ്റഗറി വേറെ, അതുകൊണ്ടാണ് ബ്രദറെന്ന് വിളിക്കാത്തെ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ക്രിസ്തു നമ്മളെ ബ്രദറെന്ന് വിളിക്കുന്ന കാരണം എന്തായിരുന്നു? കാറ്റഗറി ഒന്നാ, പിതാവ് അപ്പൻ ഒന്നാ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് വ്യക്തതയായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൻ ഒന്നായത് കൊണ്ട് അവൻ നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. പക്ഷെ നമുക്ക് ലജ്ജയാ, കാരണം നമ്മളുടെ സുവിശേഷത്തിൽ നമ്മൾ ഇതൊന്നും കേട്ടിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ ബൈബിളിലുണ്ട് അപ്പൻ നമ്മളെ മക്കളെ എന്ന പോലെയാണ് വിളിക്കുന്നത്. ഇനി ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളെ സ്നേഹിക്കുന്നത്. യോഹന്നാൻ 17:21 വായിച്ച്. യോഹന്നാൻ 17:23 എന്ത് ക്രിസ്തുവിനെ എങ്ങനെയാണ് പിതാവ് സ്നേഹിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഈ സിസ്റ്ററെ സ്നേഹിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരെ സ്നേഹിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ സ്നേഹിക്കുന്നത്. 17:23 നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ. ഹല്ലേലൂയ. അപ്പൊ പുത്രൻ പിതാവോട് പറയാണ്, പിതാവേ നീയാണ് എന്നെ അറിഞ്ഞിരിക്കുന്നതെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും. പിതാവ് പുത്രനെ സ്നേഹിക്കും. ജോർജ് വേർ കേട്ടോ, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ ജോർജിനെ സ്നേഹിക്കുന്നുവെന്ന്. ക്രിസ്തുവിനെ എങ്ങനെയാണ് അപ്പ സ്നേഹിക്കുന്നത് അതേപോലെ തന്നെ ജോർജിനെ സ്നേഹിക്കുന്നു. ഒരു നല്ല അപ്പന് ഇതാ ഒരു പക്ഷം പിടിച്ചുള്ള പരിപാടി ഇല്ല. എങ്ങനെയാണോ മൂത്തവനെ സ്നേഹിക്കുന്നത് അങ്ങനെ തന്നെ ഇളയത്തുങ്ങളെ എല്ലാ മക്കളെയും ഒരേപോലെ സ്നേഹിക്കുന്നത്. ഇതാരോടോ പറയുന്നത്? യേശുക്രിസ്തു പിതാവോട് പറയാണ്, പിതാവേ ഇവർക്ക് അറിയത്തില്ല അങ്ങ് ഇവരെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണെന്ന് അവർക്ക് അറിയത്തില്ല. അത് അവരൊന്ന് മനസ്സിലാക്കണമേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നു. യേശുവിന് അവകാശം കൊടുക്കുന്നു. ആ അവകാശത്തിന്റെ കൂട്ടവകാശികളായി നമ്മളെയും വിളിച്ചിരിക്കുകയാണ്. നമ്മൾ യേശുവിനെ പോലെ ആകാൻ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മൾ ക്രിസ്തുവിന്റെ സഹോദരങ്ങളും ദൈവത്തിന്റെ മക്കളുമായി ഒരു കുടുംബമായി തീരാൻ വിളിച്ചിരിക്കുക. ഇതൊക്കെയാണ് ഈ ഫേം കവണന്റിന്റെ ഭാഗങ്ങളാണ്. ഇതൊക്കെ പ്രബലമായ ഈ കരാറിന്റെ അല്ലെങ്കിൽ ഉടമ്പടിയുടെ ഭാഗമാണ് ഇതൊക്കെ. അപ്പൊ ഇതൊന്നും നമുക്കറിയത്തില്ല. പ്രബലമായ ഉടമ്പടി നമുക്കറിയാവുന്നത് ആരാധിച്ചാൽ കിട്ടും. ഒന്ന് സ്നാനപ്പെടുക, കൈ ഉയർത്ത്, കാട് വലിയ വെള്ളത്തിൽ മുങ്ങുക, പരിപാടി കഴിഞ്ഞു. പിന്നെ ദശാംശ ഓഫറിങ് വിട്ട് പോവുക. എൻ്റെ മക്കളെ, ഇതിലെല്ലാം നമ്മൾ അവസാനിക്കേണ്ട. ഇതൊന്നും ചെയ്യേണ്ടെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിനേക്കാളൊക്കെ എത്രയോ ഇതാ അധികമായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുക പുതിയ ഉടമ്പടിയിലൂടെ ദൈവത്തിന്റെ വീട്ടുകാരാകാൻ. ഇതുകൊണ്ടാണ് പറയുന്നത്, നാം ഇനി അന്യരും പരദേശികളും അല്ല, വിശുദ്ധന്മാരുടെ സഹ പൗരന്മാരും ദൈവത്തിന്റെ വീട്ടുകാരും അത്രേ, ഭവനക്കാരും അത്രേ. ഹല്ലേലൂയ. ഈ ഒരു സംഭവം തിരിച്ചറിഞ്ഞ് നാം ആ സ്വർഗീയ കുടുംബവുമായി ഒന്നായി തീരണം. മനസ്സിലായോ? ഹല്ലേലൂയ. ഇതാ ഇവിടെ പറയാണ്, ഞാനും പിതാവും ഒന്നാണ്. ഹല്ലേലൂയ. ഒരാളെന്നല്ല, ഒന്നാണ്. ഹല്ലേലൂയ. ഒരാളെന്നാണെങ്കിൽ പിന്നെ യേശു ഒരിക്കലും ഞാൻ സ്വയമായി സംസാരിക്കുന്നില്ല എന്നൊന്നും പറയത്തില്ല. കാരണം അപ്പൊ ഞാൻ വേറെ പിതാവ് വേറെ, രണ്ടും രണ്ടാളാ. പക്ഷെ ഞാനും പിതാവ് ഒന്നാണ്. ഞങ്ങളുടെ ഇഷ്ടത്തിൽ ഒന്നാണ്, പ്രവൃത്തിയിൽ ഒന്നാണ്, ആത്മാവിൽ ഒന്നാണ്. പക്ഷേ ഞങ്ങൾ വ്യത്യസ്ത പേഴ്സണാലിറ്റിയാ. ഒരാൾ അപ്പനാണ്, മറ്റേയാൾ മകനാണ്. ഈ അപ്പൻ മകൻ എന്നുള്ള പേര് തന്നെ വരുമ്പോ തന്നെ അറിയാലോ. ഹല്ലേലൂയ. മകൻ ആരിൽ നിന്നായിരിക്കും ജനിച്ചേക്കണേ? അപ്പനിൽ നിന്ന്. അതുകൊണ്ടാണല്ലോ അപ്പൻ മകൻ എന്നുള്ള പേര് പോലും വന്നേക്കണേ. ഒരാൾ അപ്പനാണ്, ഒരാള് മകനാണ്. ഇനി ഇവരുടെ ബന്ധത്തിൽ എക്സ്പ്ലനേഷൻ നമുക്ക് നാളെ മനസ്സിലാക്കാം. ഇവരുടെ ബന്ധത്തിൽ ഈ ബന്ധം അറിഞ്ഞാലേ നമുക്കും, അതാ യേശുവും പിതാവും ഒന്നാന്ന് അറിയണം. ഒരാളെന്നല്ല, ഒന്നാണെന്ന് അറിഞ്ഞാലേ നമുക്കും ഈ ബന്ധത്തിലേക്ക് എത്താൻ പറ്റും. കാരണം അതുപോലെയാണ് നമ്മൾ ഒന്നാകേണ്ടത്. അപ്പോൾ ആദ്യം പോലെ എങ്ങനെ ഇരിക്കണം എന്ന് അറിയണം, എങ്കിലേ അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഹല്ലേലൂയ.
ഇതുകൊണ്ടാണ് പലരും ഇത് പറയുമ്പോൾ ഇത് ഉടക്കിപ്പോണവരുണ്ട്. യോഹന്നാൻ 17:3 യേശുക്രിസ്തു പറഞ്ഞൊരു വേടുണ്ട്. ആ വേട് പറയുമ്പോൾ ഉടനെ ഉടക്കി പോകും. എന്തിനാ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കണേന്ന്. കാരണം ഇത് പറയുമ്പോൾ തന്നെ അറിയാം കള്ളപ്രവാചകന് ഗണത്തിൽപ്പെട്ടാന്ന്. യേശുക്രിസ്തു തന്നെ പറഞ്ഞു ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകും. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പോ ഒരു വ്യക്തിയിലുള്ളിൽ നിത്യജീവൻ വർദ്ധിക്കണമെങ്കിൽ ഈ രണ്ട് വ്യക്തിത്വങ്ങളെ കുറിച്ച് അറിയണം. പിതാവിനെ കുറിച്ചും അറിയണം, പുത്രനെ കുറിച്ചും അറിയണം. ഇത് അറിയാതെ സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജീവൻ വർദ്ധിക്കത്തുമില്ല. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പൊ യേശു തന്നെ പറയാണ് ഒരു വ്യക്തിയിലുള്ളിൽ നിത്യജീവൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തു നീ അയച്ചിരിക്കുന്ന അല്ല നീയല്ല ഞാൻ, നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ ഈ പുറത്തുള്ള നീ അറിഞ്ഞാൽ നിത്യജീവനായി. ഹല്ലേലൂയ. അപ്പൊ ഈ കണക്ഷനിലേക്ക് ഏകസത്യ ദൈവത്തിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്നതാണ് ഇതിന്റെ ഇടയിലുള്ള യേശുവാണ് ദൈവപുത്രൻ നാം വിശ്വസിക്കുന്നത്. യേശു ദൈവത്തിൽ വിശ്വസിക്കുന്നവനിൽ ദൈവവും ഇവൻ ദൈവത്തിലും വസിക്കുന്നു. ഇവരൊന്നായി തീരുകയാണ്. ഈ രണ്ട് വ്യക്തിത്വങ്ങളെ കുറിച്ച് നാം അറിയണം. അപ്പൊ ഇത് അറിയണമെന്ന് പറയുമ്പോൾ തന്നെ ഒരു കൂട്ടർ ഉടക്കാൻ തുടങ്ങും. കാരണം ഒന്നാമത് ഇതവർ ചർച്ച വായിക്കത്തില്ല, വായിച്ച പേടിയാ. കാരണം ഏതെങ്കിലും സത്യം അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ സത്യം അന്വേഷിക്കുന്ന എല്ലാവരും ഇല്ല കേട്ടോ. പലരും ചർച്ചിൽ വരുന്ന സഹായം കിട്ടാൻ, ജോലി കിട്ടാൻ, കടഭാരം മാറാൻ, രോഗം മാറാൻ, പിന്നെ ഇങ്ങനെ പല ഉദ്ദേശത്തോടെ ചർച്ചിൽ വരുന്നേ. മനസ്സിലായി? ഒരു കൂട്ടായ്മയൊക്കെ വേണ്ടേ. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും സത്യാന്വേഷികളുണ്ടാവും. മനസ്സിലായോ? ഈ സത്യാന്വേഷികൾ ഇത് കേട്ടാൽ പെട്ടത് തന്നെയാണ് ഈ പാസ്റ്റർ അല്ലെങ്കിൽ പറയുന്ന ആള്, അച്ഛൻ ആരായാലും. ഏകസത്യമായി നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന് പറഞ്ഞത് കേട്ടാൽ ഇവരത് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരതിൻ്റെ പുറകെ പോകും. ഈ രണ്ട് വ്യക്തിത്വങ്ങളെ അറിയാനായിട്ട്. ഈ രണ്ട് വ്യക്തിത്വങ്ങളെ എത്രത്തോളം അറിയുന്നു അത്രത്തോളം ജീവനിൽ ഈ വ്യക്തി വർദ്ധിക്കും. ഹല്ലേലൂയ. പക്ഷെ ഈ രണ്ട് വ്യക്തിത്വങ്ങളെ അറിയുക എന്നുള്ളത് സിമ്പിൾ പരിപാടിയല്ല. ഈ രണ്ട് വ്യക്തിത്വങ്ങൾ തന്നെ വെളിപ്പെടുത്തി കൊടുത്താലേ ഇത് കിട്ടുള്ളൂ. ഈ വ്യക്തികൾ അല്ലാതെ പുറത്തുനിന്ന് ഒരു ബുക്ക് ഷോപ്പിൽ നിന്നോ ഒരു പാസ്റ്റർക്കോ ഒരു അച്ഛനോ ഇത് വെളിപ്പെടുത്തി കൊടുക്കാൻ പറ്റില്ല. പുത്രനല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ അല്ലാതിരിക്കുന്ന ഒരുത്തനും ഇത് മനസ്സിലാകത്തും ഇല്ല. അപ്പോൾ ഈ രണ്ട് വ്യക്തിത്വങ്ങളെ അറിയണം. അപ്പോൾ യേശു പറയുന്നു ഞാനും പിതാവും ഒന്ന്. അപ്പൊ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ എങ്ങനെ ഒന്നാകുന്നേ? എന്നിട്ട് പറയാണ് ഇതുപോലെ വേണം നീയും ഞങ്ങളുമായി ഒന്നാകാൻ. മനസ്സിലായോ? ഇതുപോലെ വേണം നീ ഞങ്ങളുമായി ഒന്നാകാൻ. അതിന് നീ ഞങ്ങളുമായിട്ട് ഒരാളായി മാറുന്നില്ല. ഇതേപോലെ ഇഷ്ടമൊന്ന്, പ്രവൃത്തി ഒന്ന്, ആത്മാവ് ഒന്ന്, ഇങ്ങനെയായി നീ മാറും. ഹല്ലേലൂയ. അങ്ങനെയാണ് ഒരു കുടുംബമായി വർദ്ധിക്കുന്നത്, കുടുംബത്തിൽ വർദ്ധിക്കുക. അപ്പോൾ അതിനുള്ളൊരു 3 വാക്യം മാത്രം വായിച്ച് നമ്മളിന്ന് പ്രാർത്ഥിച്ച് ബാക്കി നാളത്തേക്ക് വെക്കുകയാണ്. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ. യോഹന്നാൻ 17:11 വായിച്ച്. 17:11 ഞാനും പിതാവ് ഒന്നാകുന്നു. 14 ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരും ലോകത്തിൽ ഇരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. അപ്പോ പരിശുദ്ധ പിതാവ് എന്ന് പറഞ്ഞാൽ ഞാൻ പരിശുദ്ധ പിതാവല്ല, ഞാൻ മകനാണ്. പക്ഷെ നമ്മൾ ഒന്നാണ്. മനസ്സിലായോ? പരിശുദ്ധ പിതാവേ. മറ്റൊരാളെയാണ് വിളിക്കണേ. പരിശുദ്ധ പിതാവേ വിളിക്കണ ആരാ? മകനാ വിളിക്കണേ. അവർ നമ്മെ പോലെ ഒന്നാകണം. അപ്പോ ഞാനും പിതാവ് ഒന്നാണ്. മനസ്സിലായോ? പക്ഷേ തുടർന്ന് പറഞ്ഞ എന്തുവാ? അവർ നമ്മെ പോലെ ഒന്നാകണം. അപ്പൊ ആദ്യം ഈ അവരായ നമ്മൾ ആരെ പഠിക്കണം? പിതാവും പുത്രനും എങ്ങനെ ഒന്നാക്കണമെന്ന് പഠിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ നമ്മൾ ആ പഠിത്തമൊന്നുമില്ല. പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെ പിതാവ് എന്ന് പറഞ്ഞങ്ങ് മാറി ജനത്തെ കുഴിയിലിട്ട് ഇറക്കി. ഹല്ലേലൂയ. പിതാവ് വേറെ, പുത്രൻ വേറെ. അവർ നമ്മെ പോലെ. ഒന്നിലധികം ആളുള്ളപ്പോഴാണ് നമ്മെന്ന് പറയണേ. ഒന്നിലധികം ആളുള്ളപ്പോഴാണ് നമ്മെന്ന് പറയാം. അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. അപ്പോ നമ്മള് ഈ ഞാനും പിതാവ് ഒന്നാകുന്നുള്ള കാര്യം പഠിച്ചേ പറ്റൂ. ആര് പഠിക്കണമെന്ന് പറഞ്ഞാലും പഠിച്ചേ പറ്റൂ. കാരണം യേശുവിന്റെ ആഗ്രഹമാണ് ഈ ഉടമ്പടിയിൽ നമ്മൾ അവസാനം പിതാവുമായി ഒന്നായി തീരണം. എങ്ങനെ? ക്രിസ്തു എങ്ങനെ പിതാവുമായി ഒന്നായിരിക്കുന്നുവോ അതേപോലെ ഒന്നായി തീരണം.
ഇനി അതിന്റെ 21 വാക്യം വായിച്ച് 17:21 വായിച്ച്. ഇത് പലയിടത്തും ഉണ്ട്. എന്നെ അയച്ചിരിക്കൂ എന്ന് ലോകം വിശ്വസിപ്പാൻ, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. അവരെല്ലാവരും ഒന്നാകേണ്ടതിന്. ഞാൻ മാത്രം ഇനി അങ്ങോട്ട് ഒന്നായ പോരാ, നമ്മളെല്ലാവരും കൂടെ ഒന്നാകേണ്ടതിന്. സ്വർഗസ്ഥ പിതാവുമായി ക്രിസ്തുവിൽ ഒന്നാകണം. എല്ലാവരും കൂടെ ഒന്നാകേണ്ടതിന്. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ. അപ്പൊ യേശുവും പിതാവും ഒന്നായിരിക്കണം. എങ്ങനെയാ? ഞാൻ പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആകുന്നത് പോലെ. അതിനെക്കുറിച്ച് നമുക്ക് നാളെ കൂടുതലായിട്ട് പഠിക്കാം. അതുപോലെ ഇതുപോലെ വേണം നമ്മൾ ഒന്നാകാൻ. അപ്പൊ ആദ്യം ആ ഒരു സെറ്റ് നമ്മൾ പഠിച്ചെങ്കിലേ ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം 17:23 പറഞ്ഞു വായിച്ച്. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും. നാം ഒന്നായിരിക്കുന്നു. നാം എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ വ്യക്തിത്വങ്ങൾ. ഹല്ലേലൂയ. ഒന്നായിരിക്കുന്നു, പക്ഷെ ഒന്നാണ്. ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മളും കൂടി ഒന്നാകണം. അപ്പൊ പോലെ 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 എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ അത് പഠിക്കണം. അത് പഠിച്ചാലേ അതുപോലെ നമുക്കും ഒന്നാകാൻ പറ്റുകയുള്ളൂ. മനസ്സിലായ? എന്തിനാ നമ്മൾ ഒന്നാകണേ? ഒരു കുടുംബമായി നമ്മൾ തീരുകയാ. നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമായി മാറുകയാ. ഹല്ലേലൂയ. ഇത് പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും കൂടുതൽ അറിയുന്തോറും നമ്മൾ ജീവനിൽ വർദ്ധിക്കുകയാണ്. ഇതാ ഒരു സ്ഥാപനം, നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നിങ്ങൾ ഇതാ ഒരു ജനറൽ നേഴ്സായിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടി. അപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടു BSc നേഴ്സാണെങ്കിൽ കുറേ കൂടി കിട്ടുമായിരുന്നു അല്ലേ. അപ്പം നിങ്ങൾ ഇത് ചെയ്തു, വൈകിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു 2 മണിക്കൂർ എവിടെയോ പോയി BSc നേഴ്സിങ്ങിനെ സെപ്പറേറ്റ് ചേർന്ന്. നിങ്ങൾ എന്തിനാ? കൂടുതൽ അറിഞ്ഞാൽ എനിക്ക് കൂടുതൽ പൈസ കിട്ടും. അപ്പോൾ നിങ്ങൾ വീണ്ടും കൂടുതൽ പഠിച്ച പൈസ കിട്ടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ വേറെ എക്സാം കൂടി കൊണ്ടുവന്നു. അവിടുത്തെ ഏതെങ്കിലും രാജ്യത്തെ ആയിരുന്നു, അവിടുത്തെ സ്പെഷ്യൽ എക്സാം കൂടി കഴിഞ്ഞ് കൂടുതൽ പൈസ കിട്ടും. അപ്പം നിങ്ങൾ വീണ്ടും പഠിച്ചു, അത് പാസ്സായി, കൂടുതൽ പൈസ കിട്ടി. അപ്പം കൂടുതൽ അറിവ് കിട്ടുന്നത് നിങ്ങൾക്ക് കൂടുതൽ പൈസ കിട്ടുന്നു. ഇവിടെ പറയുന്നു കൂടുതൽ പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും അറിഞ്ഞാൽ കൂടുതൽ പൈസയല്ല കിട്ടുന്നത്, കൂടുതൽ നിത്യജീവൻ കിട്ടും. മനസ്സിലാവുണ്ടോ? ജീവനിൽ വളരാൻ കഴിയും. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിഞ്ഞാൽ അതാണ് നിത്യജീവൻ. ആ അറിവിൽ വർദ്ധിക്കും തോറും ആ ജീവൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇത് സഭകളിൽ വായിക്കുന്നില്ലെന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിട്ടുകളയരുത്. നിങ്ങളുടെ ബൈബിളിൽ ഇതുണ്ട്. അതനുസരിച്ച് പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതെങ്ങനെ ഇന്ന് കൂടുതലായിട്ട് നാളെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഇന്ന് കിട്ടിയതൊക്കെ നമുക്ക് ഇന്ന് കർത്താവ് പറഞ്ഞു തന്നത് എന്തുവാ? ആ പ്രബലമായ ഉടമ്പടി. ഹല്ലേലൂയ. ഒരു വാടക കരാറല്ല, 11 മാസം കൊണ്ട് തീരുന്ന വാടക കരാറല്ല, മരണം കൊണ്ട് തീരുന്ന വിവാഹ ഉടമ്പടിയല്ല. പകരം ഒരിക്കലും അവസാനിക്കാത്ത ദൈവത്തോട് കൂടെ വസിക്കുന്ന ഉടമ്പടി. ഞാൻ നിങ്ങളോട് മധ്യവസിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരു വിശുദ്ധ കൂടാരം ഉണ്ടാക്കി തരണം. ഹല്ലേലൂയ. അതിനു മുമ്പ് ഏദനിൽ ആദാഹവ്വ ദമ്പതികളോട് നടക്കാൻ ആഗ്രഹിക്കുന്ന പിതാവ്. തുടർന്ന് യേശുക്രിസ്തു വചനമാകുന്ന ദൈവപുത്രൻ മാംസം ധരിച്ച് ഇവിടെ വന്നപ്പോൾ ആ ദൈവപുത്രന്റെ ഉള്ളിൽ കയറി ഇതാ ഈ ഭൂമിയിലൊക്കെ തേരോടി നടന്ന ആ അപ്പച്ചൻ. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. ഇമ്മാനുവൽ. ഹായ് ഇവിടെ നടന്നു. ദൈവം മനുഷ്യരോട് കൂടെ. മനസ്സിലായോ? ഏതൊരു ദൈവപുത്രൻ ഇമ്മാനുവല്ല. ദൈവം അനുവദിക്കുന്ന നാളെ പഠിക്കാം. ഹല്ലേലൂയ. ദൈവം ആ ദൈവപുത്രനിലൂടെ മനുഷ്യരിലേക്ക് ഇറങ്ങി വരികയായി. അതിനുശേഷം ആ ദൈവപുത്രൻ ഇവിടുന്ന് കടന്നുപോയി. എന്നിട്ട് പറഞ്ഞു, ഇനി നമ്മളെല്ലാമാണ് ദൈവപുത്രന്മാർ. ഇനി നിങ്ങളെല്ലാം ഞാൻ പോയതുകൊണ്ട് ഞാൻ ചെയ്തതിലും വലിയ പ്രവൃത്തി നിങ്ങൾ ചെയ്യും. ഞാൻ ഒരാളായിരുന്നു എൻ്റെ അപ്പന് ഭൂമിയിലേക്കുള്ള വഴി. പക്ഷെ നിങ്ങൾ എന്നെ പോലെ ആയാൽ നിങ്ങൾ എല്ലാവരും എൻ്റെ അപ്പന് ഭൂമിയിലേക്കുള്ള വഴികളായി നിങ്ങൾ മാറ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അങ്ങനെ യഹോവയ്ക്ക് ഇനി ഒരു വഴിയല്ല, യഹോവയ്ക്ക് പെരുവഴി, ഒരു മഹാവഴി, ഒരു ഹൈവേ നമുക്ക് തുറക്കാൻ കഴിയും ക്രിസ്തുവിലുള്ള നമ്മൾ വളരുമ്പോൾ. ഇതുകൊണ്ടാ യെശയ്യാ 43:3 പറയുന്നത്, യഹോവയ്ക്ക് പെരുവഴി തുറക്കുവേ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദം, യഹോവയ്ക്ക് പെരുവഴി ഒരുക്കുവേ. ഹല്ലേലൂയ. പക്ഷെ പെരുവഴി ഒരുക്കാൻ വന്നിട്ട് ഒരു വഴി മാത്രമേ വന്നുള്ളൂ. 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഒടുക്കി വിട്ടു കളഞ്ഞു തിരിച്ച്. എന്താ ഇന്ന് യഹോവയ്ക്ക് പെരുവഴി അതിലൂടെ ഒരുങ്ങുകയാണ്. യഹോവയ്ക്ക് പെരുവഴി ഒരുങ്ങുക. നമ്മളെല്ലാം ക്രിസ്തുവെ പോലെ ദൈവത്തിന് ഭൂമിയിലേക്കുള്ള വഴികളായി
മാറുകയാണ് എന്നുള്ള കാര്യം മറക്കരുത്. എന്നാൽ കള്ളപ്രവാചകന്മാരും അവരുടെ ആളുകൾ നമ്മുടെ നല്ല ദൈവദാസന്മാരെയൊക്കെ ചതിച്ച് അവരെല്ലാം തെറ്റായി വഴിയിലേക്ക് കൊണ്ടുപോയി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി സഭയെ കൊണ്ട് കെട്ടി. ഈ ഒരു തലത്തിലേക്കല്ല ഇന്ന് യാത്ര, ഇത് വേറൊരു തലത്തിലേക്കാ. മനുഷ്യൻ അന്വേഷിക്കുന്നത് അവരുടെ സ്വയമാ. അവരെ കാണുന്നവൻ അവരെ കാണുന്നുള്ളൂ, ദൈവത്തെ കാണുന്നില്ല. പക്ഷെ ക്രിസ്തുവിനെ കണ്ടാൽ ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവിനെ കാണുവാൻ കഴിയുമായിരുന്നു. ഇന്ന് നമ്മളെ കാണുമ്പോൾ നമ്മളിലൂടെ അതേ ക്രിസ്തുവിനെ കാണുമ്പോൾ നമ്മളിലൂടെ ക്രിസ്തുവിന്റെ തലയായ സ്വർഗസ്ഥ പിതാവിനെ ആ ലോകം കാണുന്നത്. അങ്ങനെ ദൈവം നമ്മളിൽ വെളിപ്പെടണം. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ഇനി ഞാനല്ല ജീവിക്കുന്നേ, ഇനി ക്രിസ്തു എന്നിലൂടെ ജീവിക്കുന്നു. ക്രിസ്തു ജീവിച്ചാൽ ക്രിസ്തുവിന്റെ തലയായ സ്വർഗസ്ഥ പിതാവ് എല്ലാവരും വെളിപ്പെടും. അങ്ങനെ നമ്മിലൂടെ ദൈവരാജ്യം വെളിപ്പെടുവാനായിട്ട് ഇടയാകണം. ഈ നാളുകളിൽ പ്രിയ കുഞ്ഞുങ്ങളെ അല്പസമയമേ ഉള്ളൂ. ഈ ശ്വാസം തീരുന്നതിന് മുമ്പ് അതിലേക്ക് നമുക്ക് എത്തിച്ചേരാം. എല്ലാവരും അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വീട്ടിലായിരിക്കുന്നവരുണ്ട് എങ്കിൽ, ഇതാ പല മേഖലയിൽ നിന്ന് കേൾക്കുന്നവരൊക്കെ ഉണ്ട് എങ്കിൽ, നിങ്ങൾ ഇതാ യൂട്യൂബിലൂടെ കാണുന്നു, ഫേസ്ബുക്കിലൂടെ കാണുന്നു, എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിൻ്റെതായ ആ ഭക്തിയുടെ തലം നിങ്ങൾ വിടാതെ ആ ദൈവഭക്തിയിൽ മുറുകെ പിടിച്ച് ആത്മാർത്ഥതയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ഈ ഉടമ്പടിയുടെ ഒരു ഭാഗമായി തീരുവാൻ നിങ്ങൾക്കും കഴിയും. ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ മകൻ ഇതാ അവനെ നിത്യപുരോഹിതനായി, മഹാപുരോഹിതനായി, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ആ നിത്യപുരോഹിതനായി എന്നേക്കും അനോയിന്റ് ചെയ്തിരിക്കുക, അഭിഷേകം ചെയ്തിരിക്കുക. ആ നിത്യപുരോഹിതനെയാണ് ഭൂമിയിലേക്ക് അയച്ചത്. ഇതുകൊണ്ടാണ് ക്രിസ്തു എപ്പോഴും പറയുന്നത്, പിതാവ് അയച്ചിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ സന്ദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതാണ്. എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതാണ്. ആ ഉപദേശം എന്താണെന്നറിയാമോ? ആ ഉപദേശം എൻ്റെ അപ്പൻ നിങ്ങളോട് കൂടെ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ അപ്പൻ നിങ്ങളോട് ജീവിക്കാൻ ആഗ്രഹിക്കുക. ഒരു അശുദ്ധ തലത്തിലോ ഒരു സ്വയജീവിത തലത്തിലോ എൻ്റെ അപ്പൻ ജീവിക്കുകയില്ല. എൻ്റെ അപ്പൻ ജീവിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ മധ്യേ ജീവിക്കുകയുള്ളൂ, നിന്റെ ജീവിതത്തിൻ്റെ തലയായി ജീവിക്കുകയുള്ളൂ. ഞാൻ നിങ്ങളുടെ മധ്യേ വസിക്കേണ്ടതിന് സൈഡിലല്ല, ഒരു മൂലയ്ക്കല്ല, ഞാൻ നിങ്ങളുടെ മധ്യ വസിക്കേണ്ടതിന് നിങ്ങൾ ഒരു കൂടാരം ഒരുക്കിയാൽ പോരാ, ഒരു വിശുദ്ധ കൂടാരം. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ കണ്ണുകൾ അടയട്ടെ. ഞാൻ നിങ്ങൾ ഇന്ന് ദൈവത്തിന് ഒരുക്കി കൊടുക്കുന്ന കൂടാരം ഏത് ടൈപ്പ് കൂടാരമാ? വെറും ഒരു കൂടാരമാണോ? അതോ ഏതെങ്കിലും ഒരു താഴ്ന്ന തലമാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും വിലയില്ലാത്തൊരു മാർഗമാണോ? അല്ല, അവിടെയൊന്നും ദൈവം വരില്ല. ഞാൻ നിങ്ങളുടെ മധ്യ വസിക്കേണ്ടതിന്, നിങ്ങളുടെ തലയായി വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അവിടെയാ ദൈവം വരികയുള്ളൂ. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്ന് ഇതാ എന്താണ് ചെയ്യുന്നത്? ആ മഹാപുരോഹിതൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? എബ്രായ ലേഖനം 2:11 പറയുന്നു, അവൻ വിശുദ്ധീകരിക്കുകയാണ് നമ്മളെ. വിശുദ്ധീകരിക്കപ്പെടുന്നവർ നമ്മളാണ്. ഇതാ മഹാപുരോഹിതൻ നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുന്നു. എന്തിനാണ്? ഇതാ ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. എന്തിനാണ്? ദൈവം നമ്മളിൽ വസിക്കുവാൻ. അതുകൊണ്ട് പ്രിയ മകനെ, പ്രിയ മകളെ, ദൈവം നമ്മളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ മഹാപുരോഹിതനായ യേശു നമ്മളെ സ്വർഗസ്ഥ പിതാവുമായി കൂട്ടിച്ചേർത്ത് പിടിക്കുകയാണ്. ഒരു വിവാഹ വേദിയിൽ ഒരു പുരോഹിതൻ ഇതാ ഭാര്യയും ഭർത്താവും തമ്മിൽ കൂട്ടിച്ചേർക്കുന്നത് പോലെ, അതിനേക്കാൾ ഉപരിയായി ദൈവം ഒരു ഭാര്യയല്ല, തന്റെ മക്കളെ താനുമായി കൂട്ടിച്ചേർക്കുകയാണ്. തന്റെ മകനായ ഏകജാതനായ ക്രിസ്തുവിലൂടെ, മഹാപുരോഹിതനായ ക്രിസ്തുവിലൂടെ നമ്മളെ ഓരോരുത്തരെയും കൂട്ടിച്ചേർത്തിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, അതുകൊണ്ട് അവസാനിക്കുന്നില്ല. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ അത് പൂർത്തിയാക്കാൻ വിശ്വസ്തനാണ്. ആ യേശുവിലൂടെ നമ്മളെ വിശുദ്ധീകരിക്കുന്നവന്, വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക്, അതായത് മഹാപുരോഹിതന് നമുക്ക് ഒരുവനല്ലോ പിതാവ്. ഈ ഒരു തലത്തിലേക്ക് ദൈവത്തിന്റെ വചനം കൊണ്ടുവരികയാ. ആ ഉടമ്പടിയിലേക്ക് കടക്കുവാൻ നിങ്ങളെ ക്ഷണിക്കുകയാ. പ്രിയ മകനെ, ഈ ദൈവത്തോടുള്ള ഉടമ്പടിയിലേക്ക്, ഒരു നിരപ്പിന്റെ ശുശ്രൂഷയിലേക്ക് ക്രിസ്തുവിന് പകരമായി നിന്നുകൊണ്ട് നിങ്ങളോട് അപേക്ഷിക്കുന്നു, ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ, ദൈവത്തോട് ഉടമ്പടി ചെയ്തുകൊള്ളുവിൻ, ക്രിസ്തുവിലൂടെ ദൈവവുമായി ഒന്നാകുവിൻ. അതിനായി പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഏവരെ ക്ഷണിക്കുക. ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഈ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് കടന്നു വരിക. നിങ്ങൾ ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, MP3യിലൂടെ, MP4യിലൂടെ, ഇതാ ഏത് തലത്തിൽ നിന്ന് ഈ ഹോളിലായിരിക്കുന്ന എല്ലാ മക്കൾക്ക് ഈ ഇൻവിറ്റേഷൻ കടന്നു വരികയാണ്. യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ പുത്രൻ, മഹാപുരോഹിതനായ ദൈവത്തിന്റെ പുത്രൻ ഈ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് അയക്കുകയാ. ഓ ഫാദർ, വി താങ്ക് യു. സ്വീകരിക്കുന്ന മക്കൾക്കായി സ്തോത്രം. ഇതാ ദൈവം കൈ നീട്ടിയിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കേണ്ടതിന്. ഇതാ തിരിച്ചെന്ന് കൈ നീട്ടാമോ? മഹാപുരോഹിതനായ യേശു ഇതാ നിന്റെ കൈക്ക് പിടിച്ച് ദൈവവുമായി നിന്നെ ഒന്നാക്കുകയാണ്.
ഇടയിലാണ് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി ഒരേ ഒരുവൻ മനുഷ്യനായി കടന്നു വന്ന യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു നിന്നെയും ദൈവത്തെയും തമ്മിൽ ഒന്നാക്കുകയാണ്. യേശു ക്രിസ്തു നിന്നെയും ദൈവത്തെയും തമ്മിൽ ഒന്നാക്കുകയാ. അതിലേക്ക് കയറുവാൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. താങ്ക് യു അപ്പാ, താങ്ക് യു അപ്പാ, താങ്ക് യു അപ്പാ. ആ കൈ പിടിച്ചിരിക്കുന്നത് നിന്റെ അപ്പനാണ്. കൈ പിടിപ്പിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത് നിന്റെ കർത്താവായ ക്രിസ്തുവാണ്. യെസ്, യേശുവിനെ ദൈവപുത്രൻ വിശ്വസിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. നീ കൈ നീട്ടിയത് യേശുവിനെ ദൈവപുത്രൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈ നീട്ടിയ ഷണ്ടൻ പറഞ്ഞതുപോലെ യേശു ദൈവത്തിന്റെ പുത്രൻ ഞാൻ വിശ്വസിക്കുന്നു. നീയും കൈ നീട്ടി ഏൽപ്പിച്ചു കൊടുത്തേ. ആ കണക്ഷൻ നിന്റെ ജീവിതത്തിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാ. നന്ദി അപ്പാ, നന്ദി നന്ദി നന്ദി. ഇനി ഈ ബന്ധം എന്നും ഒരു പിരിയ ബന്ധമായിരിക്കണം. വിശ്വാസത്തിന്റെ പരിശോധനകളുണ്ട്. ആ പരിശോധനയിൽ ഇതാ യേശു ക്രിസ്തു എൻ്റെ ആത്മമണവാളനാണെന്നും സ്വർഗസ്ഥ പിതാവ് എന്റെയും യേശു ക്രിസ്തുവിന്റെയും സ്വർഗസ്ഥ പിതാവാണെന്നും ഞങ്ങൾക്ക് അപ്പൻ ഒന്നാണെന്നും ഞങ്ങൾ ഒരു കുടുംബമാണെന്നും ആ കുടുംബത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളുന്നുവെന്നും ദൂതന്മാരുടെ മുമ്പാകെ, പിശാചുക്കളുടെ മുമ്പാകെ, മനുഷ്യരുടെ മുമ്പാകെ ഇനി ജീവിതത്തെ തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അതിനൊരു തീരുമാനമെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ അപ്പാ എന്നെ സഹായിക്കണമേ എന്ന് ഓരോ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർന്നുകൊണ്ട് എടുത്ത തീരുമാനം നിലനിൽക്കാൻ എന്നെ സഹായിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. എടുത്ത തീരുമാനം നിലനിൽക്കാൻ എന്നെ സഹായിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു. അപ്പം മക്കളെ, സ്വന്തം ശക്തിയിൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല. സ്വന്തം ശക്തി നിൽക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമേ നിൽക്കാൻ കഴിയൂ. ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. എടുത്ത തീരുമാനം നിൽക്കുവാൻ എനിക്ക് കൃപ തരണമേ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ശബ്ദ കാഴ്ചപ്പാടുകൾ എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. നന്ദി പിതാവേ, നന്ദി 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 അപ്പാ, നന്ദി അപ്പാ, നന്ദി. എടുത്ത തീരുമാനങ്ങൾ നിലകൊള്ളുവാനുള്ള എല്ലാ കൃപകളാലും ഞങ്ങൾ നിറയ്ക്കണമേ. ഈ മക്കളെ നിറയ്ക്കണമേ കർത്താവേ. ശബ്ദ കാഴ്ചവർദ്ധന ഇപ്പോഴും തുടർന്നു അങ്ങേ കേട്ടും കണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അവരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ നെരുപ്പിന്റെ ശുശ്രൂഷ കർത്താവേ ചെയ്യുവാൻ തക്കവണ്ണം ഇവരെ അങ്ങ് ഉത്സാഹിപ്പിക്കണമേ. അങ്ങയുടെ ശക്തിയുടെ, സുബോധത്തിന്റെ, ജ്ഞാനത്തിന്റെ, സ്നേഹത്തിന്റെ ആത്മാവ് ഈ മക്കളുടെ മേൽ വ്യാപരിക്കുവാനായിട്ട് ഇടയാകട്ടെ. അപ്പനോട് ശക്തി തരണമേന്ന് പ്രാർത്ഥിച്ച് സ്വർഗസ്ഥ പിതാവേ, ഈ മക്കളുടെ പ്രാർത്ഥനയോടൊപ്പം ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി മക്കളുടെ മേൽ കൊടുക്കണമേ. അങ്ങയുടെ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, അങ്ങയുടെ ധൈര്യത്തിന്റെ, സ്നേഹത്തിന്റെയും ആത്മാവ്, അങ്ങയുടെ ഭക്തിയുടെ ആത്മാവ് ഈ മക്കൾ വായെ തുറക്കുമ്പോൾ അങ്ങയുടെ ജീവജല നദി ഈ മക്കളിൽ നിന്ന് പുറപ്പെടുക. അത് അനേകർക്ക് ജീവൻ കൊടുക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ തേജസ്സിന്റെ തലം ഈ മക്കളുടെ ജീവനത്തിൽ വെളിപ്പെടട്ടെ കർത്താവേ. ഇപ്പോൾ ഈ ഹോളിലായിരിക്കുന്നവരുടെ മേൽ അങ്ങയുടെ ആത്മാവിന്റെ തേജസ് ഇറങ്ങി വരട്ടെ. ആള് മാറിയതുപോലെ ഇവർ മാറട്ടെ. ഇവരുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളുടെ മേലും, ഈ ഹോളിലുള്ളവരുടെ മേൽ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ചവരുടെ അങ്ങേ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മക്കളുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളുടെ മേലും അങ്ങയുടെ മഞ്ഞും മഴയും അങ്ങ് അയച്ചാട്ടെ. അവരുടെ ജീവിത വിഷയങ്ങളുടെ മേല്, അവരുടെ തലമുറകളുടെ മേല് അങ്ങയുടെ ശക്തി കടന്നു വരട്ടെ. അങ്ങയുടെ തേജസ് അങ്ങയുടെ തേജസ് ഈ മക്കളുടെ ജീവിതത്തിന് മേല് കടന്നു വരട്ടെ. എല്ലാ പ്രതികൂലങ്ങളും, എല്ലാ പൈശാചിക ബന്ധനങ്ങളും, ഇവരെ കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഹോളിൽ മാറട്ടെ. ഈ ശബ്ദ കാഴ്ചപ്രതി ഇപ്പോൾ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുകയാ. രോഗികളായിരിക്കുന്നു ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നിന്റെ മാറാ രോഗം യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ശിരസ് മുതൽ പാദം വരെയുള്ള എല്ലാ വേദനകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്നെ ശ്വാസം മുട്ടിക്കുന്ന ആ സ്പിരിറ്റ്, വലിവിന്റെ ശക്തി മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുക. പരിപൂർണ്ണ സൗഖ്യം മക്കളുടെ എല്ലാവരുടെ ജീവിതത്തിൽ കൽപ്പിക്കുന്നു. ഈ ബലത്തോടെ ഇവർ കടന്നു പോകട്ടെ കർത്താവേ. നാളെ കർത്താവേ വീണ്ടും സഹോദരിമാരുടെ എണ്ണത്തോടു കൂടെ ഇവിടെ കടന്നു വരും. അങ്ങയുടെ മക്കളെ അങ്ങ് സഹായിച്ചോട്ടെ. സർവ്വമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. കൂടിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം പിതാവേ. സർവ്വമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു കർത്താവേ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഈ ദേശത്തെ ദൈവമക്കളെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പുളിപ്പ് മാവിൽ വീണതുപോലെ അത് വർദ്ധിച്ചു വരുവാൻ അങ്ങ് ഇടയാക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. സർവ്വമഹത്വം അങ്ങേക്ക് തരുകയാണ്. ആത്മമണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും എപ്പോഴും ഞങ്ങൾക്ക് തുണയായിരിക്കുന്ന അങ്ങേക്ക് സർവ്വമഹത്വവും ഞങ്ങൾക്ക് തരികയാണ്. യേശുവിൻ നാമത്തിൽ പിതാവേ. താങ്ക് യു അപ്പാ, താങ്ക് യു. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നാളെയും മറന്നു പോകരുത്. തക്ക സമയത്ത് രാവിലെ ട്യൂൺ ചെയ്യാനായിട്ട് ഓർക്കുക. ദൈവം ഏവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.